അപ്പൊ ഡിസംബർ 20-നാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാം വരുന്നത്. അപ്പം ഈ ഒരു ഡിസംബർ 20-ന് മുന്നോടിയായിട്ട് 10 ദിവസം നമ്മളൊരു 10 ദിവസത്തെ ഫുൾ റിവിഷൻ മാരത്തോൺ സംഘടിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ റിവിഷനിൽ കൊണ്ടുവരുന്നത്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഭരണഘടനയാണ്. അപ്പൊ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുവിധം എല്ലാ ഹോട്ട് ടോപ്പിക്സും ഈ ഒരു ഒറ്റ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. അതും ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷ അല്ലെ, ഫയർ വുമൺ പരീക്ഷ, ആ ഫയർ വുമൺ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വന്നോളാം. നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോ സബ്ജക്റ്റിലെയും ഹോട്ട് ടോപ്പിക്സ് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നതിലാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പല ആളുകൾക്കും നെഗറ്റീവ് അടിച്ച് 10ഉം 15ഉം ഒക്കെ നെഗറ്റീവ് അടിക്കുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. കാരണം എന്താ, നമ്മൾ ഓൾറെഡി ഒരു കാര്യം പഠിച്ചതാണ്, പക്ഷെ എന്താണ്, കറക്റ്റ് ആയിട്ട് ആ ഒരു പരീക്ഷാ സമയത്ത് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാത്തത് കൊണ്ട് പരീക്ഷാ ഹാളിൽ വരുന്ന സമയത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല. അങ്ങനെ നമ്മൾ നെഗറ്റീവ് അടിച്ച് പോരാറാണ് പതിവ്. അപ്പൊ ആ പതിവ് നമ്മൾ എന്ത് ചെയ്യണം, തെറ്റിക്കണം. കറക്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു 10 ദിവസത്തെ റിവിഷൻ പ്ലാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന പ്ലാൻ തന്നെയായിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വന്നോളാം. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്, അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ ശരിയല്ലാത്ത പ്രസ്താവനയാണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ എന്ത് ചെയ്യുക, ഒരു അണ്ടർലൈൻ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാരണം നമ്മൾ ഓരോ പ്രസ്താവനയും വായിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് പിന്നീട് അത് ചോദ്യത്തിലേക്ക് നോക്കാൻ പല ആളുകളും ശ്രദ്ധ തിരിക്കാറില്ല. നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം എന്താണോ കേട്ടത് ആ രീതിയിൽ അങ്ങ് നോക്കിയിട്ട് കറപ്പിച്ച് പോകാറാണ് പതിവ്. പക്ഷെ കറക്റ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കറപ്പിക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന കൊണ്ടുപോയിട്ട് കറപ്പിക്കും. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഒരു അണ്ടർലൈൻ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചത്, ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അപ്പൊ ഒന്നും കൂടി നമ്മുടെ ബ്രെയിൻ അതൊന്ന് നോട്ട് ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിലെ ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്, 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടന രൂപം നൽകി. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ ശരിയല്ലാത്തതാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് 1946 എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ രൂപീകരിച്ച ആ കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, വർഷങ്ങൾക്ക് മുന്നേ അല്ലെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം പല ആളുകളും മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും 1928 ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും കൂടി ചേർന്നിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയത്തിന്മേൽ അവരുടെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ലീഡർ ആയിട്ട് ആരെയാണ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്, മോത്തിലാൽ നെഹ്റുവിനെയാണ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് അവർ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ഡ്രാഫ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കരട് രൂപമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രസ്താവന എന്താണ്, ശരിയായിട്ടുള്ളതാണ് അല്ലെ. 1928 കറക്റ്റ് ആയിട്ടുള്ളതാണ്. മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഓക്കെ, പക്ഷെ ഇവിടെ ഭരണഘടനയ്ക്ക് രൂപം നൽകി എന്ന് ചിലപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് പോയേക്കാം. ഒരു കരട് രൂപം നൽകി എന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ശരിയായിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇത് ഡിലീഷനിൽ പോയേക്കാം. പക്ഷെ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താണ്, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്ന് ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കാരണം എന്താ, നമ്മുടെ രാജ്യം പല രാജ്യങ്ങളിൽ നിന്ന് ഭരണഘടനാപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ കടമെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കടമെടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം അതേപടി എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടില്ല. കാരണം എന്താണ്, നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലെ. നമ്മുടെ ഇവിടുത്തെ സംസ്കാരവും നമ്മുടെ ഇവിടുത്തെ ജീവിത രീതിയൊക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് എന്താണോ വേണ്ടത് അത് മാത്രമായിരുന്നു തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതും എങ്ങനെയാണ്, അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പല കാര്യങ്ങളും ഇവിടെ പ്രായോഗികമാക്കിയിട്ടുള്ളത്. അല്ലാതെ ഓരോ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ അതേപടി എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ഒരു പ്രസ്താവന എന്താണ്, തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി 26 ജനുവരി 1950 ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചു. ഇത് ശരിയായിട്ടുള്ളതാണോ? ആണോ? കാരണം എന്താണ്, ശരിയല്ലാത്തതാണ് അല്ലെ. കാരണം എന്താ, 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. അംഗീകരിക്കുന്നത് എന്നാണ്, അതിനേക്കാൾ മുന്നെയാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1949
നവംബർ 26, 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടനയെ എന്ത് ചെയ്യുന്നത്, ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. അങ്ങനെ 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പൊ ഈ ഒരു പ്രസ്താവന എന്താണ്, തെറ്റായിട്ടുള്ളതാണ് അല്ലെ. അംഗീകരിക്കുന്നത് എന്നാണ്, 1949 നവംബർ 26-നാണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ മീറ്റിംഗ് 1946 ഡിസംബറിൽ നടന്നു അല്ലെ. ഇതെന്താണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ രൂപീകരിക്കുന്നത് എപ്പോഴാണ്, 46-ലാണ്. 46 ഡിസംബർ 6-നാണ്. അതിന്റെ ആദ്യ യോഗം എന്നാണ്, ഡിസംബർ 6-നായിരുന്നു അല്ലെ. ഒക്കെ എന്നാണ്, 1946 ഡിസംബറിലാണ് നടക്കുന്നത്. അപ്പൊ ആ ഒരു പ്രസ്താവന എന്താണ്, ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓപ്ഷൻ ഒക്കെ നോക്കി കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്യും, ശരിയായിട്ടുള്ളത് കൊണ്ടിട്ട് ടിക്ക് ചെയ്യും. ഇവിടെ എന്താ പറഞ്ഞത്, ശരിയല്ലാത്തതാണ്. അപ്പൊ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്, 2ഉം 3ഉമാണ് അല്ലെ. 2ഉം 3ഉമാണ് ശരിയല്ലാത്തത്. ഇനി നമുക്ക് കുറച്ച് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളായിട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്നൊരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്, എം.എൻ. റോയി ആണ്. എം.എൻ. റോയി അദ്ദേഹത്തിന്റെ പത്രമായ ദി ഇന്ത്യൻ പാട്രിയോട്ട്, ആ ഒരു പത്രത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം പഠിച്ചു വെച്ചേക്കണം, ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി എന്ന് പറയുന്നത് ആരാണ്, എം.എൻ. റോയി. എന്നാൽ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നൊരു ആശയം മുന്നോട്ട് വെച്ച പാർട്ടി ചോദിച്ചാൽ അതേതാണ്, സ്വരാജ് പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് INC സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നൊരു ആശയം കൊണ്ടുവരുന്നത്, അത് നമ്മുടെ ബോംബെ സമ്മേളനമാണ്. അന്ന് അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ക്ലിയർ അല്ലേ? അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നൊരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് എം.എൻ. റോയി ആണ്. പാർട്ടി ചോദിച്ചാൽ അതേതാണ്, സ്വരാജ് പാർട്ടിയാണ്. അതുപോലെ തന്നെ ഏത് INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം കൊണ്ടുവരുന്നത്, ബോംബെ സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷനാണ് രാജേന്ദ്ര പ്രസാദ്. എന്നാൽ ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്ത സമ്മേളനം, അതായത് ഏത് INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇതിനെ ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്തത് എന്ന് ചോദിച്ചാൽ അതേതാണ്, ഫൈസാപൂർ സമ്മേളനമാണ്. അന്ന് അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു, നെഹ്റു ആണ് അല്ലെ. അപ്പം ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു, നെഹ്റു ആണ്. ക്ലിയർ അല്ലേ? അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയെ കുറിച്ചിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, 1946 ഡിസംബർ 6-നാണ് ഏത് രൂപീകരിക്കുന്നത്, ഭരണഘടന നിയമനിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. അപ്പൊ ഭരണഘടനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യം രൂപീകരിച്ചത് എന്തായിരുന്നു, ഭരണഘടന നിയമനിർമ്മാണ സഭയാണ് അല്ലെ. 1946 ഡിസംബർ 6-നാണ് രൂപീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആദ്യ യോഗം ചേരുന്നത് എപ്പോഴാണ്, ആദ്യ യോഗം ചെയ്യുന്നത് 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 9-നാണ് ആദ്യ യോഗം ചേരുന്നത്. ഡൽഹിയിൽ വെച്ചിട്ടാണ് അല്ലെ. 1946 ഡിസംബർ 9-നാണ് ആദ്യ യോഗം ചേരുന്നത്. അന്ന് 207ഓളം പേരായിരുന്നു അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. എത്ര പേരാണ്, 207ഓളം പേരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ 9 പേര് ആരായിരുന്നു, വനിതകളായിരുന്നു. അപ്പൊ 46 ഡിസംബർ 6-ന് രൂപീകരിച്ചു. ഡിസംബർ 9-ന് 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 9-ന് എന്ത് ചെയ്തു, ആദ്യ യോഗം ചേരുന്നു. അതുപോലെ തന്നെ അതിൽ 207 പേരായിരുന്നു. ആ 207 പേരിൽ 9 പേരായിരുന്നു, സ്ത്രീകളായിരുന്നു. ഓക്കെ. ഇനി നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്, JB കൃപലാനിയാണ് അല്ലെ. നമ്മൾ പഠിച്ച കാര്യമാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ്, JB കൃപലാനി. അങ്ങനെയാണെങ്കിൽ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു, അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു, ആരെയായിരുന്നു, അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ അംഗത്തെയായിരുന്നു അവർ താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരാണത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. അദ്ദേഹം സ്ഥിര അധ്യക്ഷനല്ലായിരുന്നു. അന്നത്തെ ഫസ്റ്റ് മീറ്റിംഗിലെ ആദ്യത്തെ ഒരു താൽക്കാലികമായിട്ടൊരു അധ്യക്ഷനെ നിയമിക്കുകയായിരുന്നു. അദ്ദേഹമാണ് ആര്, സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. എന്നാൽ സ്ഥിര അധ്യക്ഷനായിട്ട് നിയമിച്ചത് ആരെയാണ്, അത് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ. ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഡിസംബർ 11 അല്ലെ. നമ്മൾ ഡിസംബർ 6 പഠിച്ചു, ഡിസംബർ 9 പഠിച്ചു, ഡിസംബർ 11. ഡിസംബർ 6 എന്താണ്, രൂപീകരിച്ച വർഷമാണ് അല്ലെ, സോറി രൂപീകരിച്ച ദിവസമാണ്. ഡിസംബർ 9 ആണെങ്കിൽ ആദ്യ യോഗം ചേർന്നത്. ഡിസംബർ 11-നാണ് ആദ്യത്തെ അധ്യക്ഷനെ നിയമിക്കുന്നത്. അപ്പൊ സ്ഥിര അധ്യക്ഷനാരാണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിച്ചത് ആരെയായിരുന്നു, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ. ഇനി അവിടെ വെച്ചിട്ട് നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അത് ഡിസംബർ 13-നാണ്. അപ്പം 1946 ഡിസംബർ 13-ന് നെഹ്റു ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ആ ലക്ഷ്യപ്രമേയമായിരുന്നു നമ്മുടെ
പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത് അല്ലെ. അതായത് നമ്മുടെ രാജ്യം കൈവരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ആരാണ്? നെഹ്റു ആണ് അല്ലെ. എന്നാണ്? ഡിസംബർ 13 അല്ലെ. ഓരോ ദിവസം ഇടവിട്ട് ഇങ്ങനെ പോവാണ്. 6, 9, 11, 13. അപ്പൊ ഡിസംബർ 13 ആര് അവതരിപ്പിക്കുന്നത്? നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ആ ലക്ഷ്യപ്രമേയം പിന്നീട് അംഗീകരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാല് അത് 1947 ജനുവരി 22 അല്ലെ. ഇതെന്താണ്? ഡിസംബർ മാസമാണ്. ഡിസംബർ ഒക്കെ കഴിഞ്ഞ് പിന്നീട് ജനുവരി ആയി. ജനുവരി 22 എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ലക്ഷ്യപ്രമേയം അവിടെ അംഗീകരിക്കുകയാണ്. അപ്പൊ ചോദിക്കാം, ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ എന്നാണ്? 1947 ജനുവരി 22. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ്. അന്നൊന്നും എന്തല്ലായിരുന്നു? ഒരു പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ പേരിലല്ലായിരുന്നു തെരഞ്ഞെടുപ്പൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു? ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള സീറ്റുകളായിരുന്നു അവിടെ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന രീതിയിലുള്ള സീറ്റുകളാണ് അവിടെ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു? ആരൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 389 പേരായിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. എത്ര പേരാണ്? 389. എത്ര പേരാണ്? 389. എന്നാൽ ഈ 389 എന്ന് പറയുമ്പോൾ അതിൽ 296 പേര് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നായിരുന്നു. ബാക്കി 93 പേരായിരുന്നു നമ്മുടെ നാട്ടുരാജ്യങ്ങളിൽ നിന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അന്നത്തെ ഒരു നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ഇവരിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ചേർന്നിട്ട് എത്ര പേരായിരുന്നു? 389 പേരായിരുന്നു ആ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഈ 389 പേരിൽ 296 പേര് എവിടെ നിന്നായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും. 93 പേരാണ് പ്രിൻസിലി സ്റ്റേറ്റുകളിൽ നിന്നുണ്ടായിരുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? കോൺഗ്രസ് ആണ് അല്ലെ. കോൺഗ്രസ് ആണ്. അന്ന് INC ആണ് കൂടുതൽ മുന്നോട്ട് നിന്നിരുന്ന ഒരു സംഘടന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതായിരിക്കും പാർട്ടി ചോദിച്ചാൽ കോൺഗ്രസ് ആയിരുന്നു അന്ന് കൂടുതൽ സീറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന പാർട്ടി എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയില് നമ്മുടെ മലയാള സാന്നിധ്യം അല്ലെ, നമ്മുടെ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം അവിടെ 17 പേര് മലയാളികളായിരുന്നു. ഈ 389 പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ 17 പേര് ആരായിരുന്നു? നമ്മുടെ മലയാളികളായിരുന്നു അല്ലെ. മലയാളികളായിരുന്നു. അതിൽ തന്നെ 3 പേര് ആരായിരുന്നു? വനിതകളാണ്. അപ്പം മൊത്തം 389 പേരിൽ 17 പേര് സ്ത്രീകളല്ല, 17 പേര് മലയാളികളായിരുന്നു. ആ 17 പേരിൽ 3 പേര് ആരായിരുന്നു? വനിതകളാണ്. അങ്ങനെയാണെങ്കിൽ ആ 3 വനിതകളുടെ പേര് എന്തൊക്കെയാണ്? ഒന്ന് ആനി മസ്ക്രീന്, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ. ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ ഉണ്ട്, അമ്മു സ്വാമിനാഥൻ ഉണ്ട്, ദാക്ഷായണി വേലായുധൻ ഉണ്ട്. ആനി മസ്ക്രീൻ എവിടെ നിന്നായിരുന്നു? തിരുവിതാംകൂറിൽ നിന്നാണ് അല്ലെ. ആനി മസ്ക്രീന് തിരുവിതാംകൂറിൽ നിന്നാണ്. അമ്മു ആണെങ്കിലോ? അമ്മുവും ദാക്ഷായണിയും മദ്രാസിൽ നിന്നാണ്. അമ്മുവും ദാക്ഷായണിയും എവിടെ നിന്നാണ്? മദ്രാസിൽ നിന്നാണ്. അപ്പം ആനി മസ്ക്രീന് തിരുവിതാംകൂർ, അമ്മുവും ദാക്ഷായണിയും എവിടെ നിന്നാണ്? മദ്രാസിൽ നിന്നാണ്. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണത്? BN റാവു ആണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആരാണ്? നിയമ ഉപദേഷ്ടാവ് BN റാവു ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്നാണ് ഭരണഘടനയെ അംഗീകരിക്കുന്നത് അല്ലെ. നമ്മൾ പഠിച്ചു 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നവംബർ 26 എന്ന് പറയുന്നത് എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നാണ് ദേശീയ നിയമ ദിനം? എന്നാണ് നവംബർ 26 അല്ലെ. എന്തുകൊണ്ടാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ് നവംബർ 26. അതുകൊണ്ടാണ് നവംബർ 26 എന്ന് പറയുന്നത് ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ഡേറ്റിലെ എല്ലാവർക്കും അറിയുന്നതാണ് 1950 ജനുവരി 26 ആണ്. അതിന് 2 ദിവസം മുന്നേ, ഓക്കെ, 2 ദിവസം മുന്നേ എന്ന് പറയുമ്പോൾ ജനുവരി 24. ഈ ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളൊക്കെ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത്. അതും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് ഒപ്പുവെക്കുന്നത് എന്ന് ചോദിച്ചാൽ നിലവിൽ വരുന്നതിന് 2 ദിവസം മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളൊക്കെ ഭരണഘടനയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ആ വെച്ച ഡേറ്റ് ആണ് നവംബർ അല്ല, ജനുവരി 24 എന്ന് പറയുന്നത്. അങ്ങനെ ഒപ്പൊക്കെ വെച്ച് ജനുവരി 26 1950 ജനുവരി 26 എന്ത് വരുന്നു? ഭരണഘടന നിലവിൽ വരുന്നു. ക്ലിയർ അല്ലേ?
അതിനുശേഷം ഭരണഘടനാ സഭ ദേശീയ പതാകയെ അംഗീകരിക്കുന്നുണ്ട് അല്ലെ. ദേശീയ പതാകയെ എന്നാണ് അംഗീകരിക്കുന്നത്? അത് 47-ലാണ്. 47 ജൂലൈ 22-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിക്കുന്നത്. ദേശീയ ഗാനം ഗീതത്തെയാണെങ്കിൽ 1950 ജനുവരി 24. ഇത് രണ്ടും ഒരുപാട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്നാണ്? 47-ലാണ് അല്ലെ. 1947 ജൂലൈ 22. ഓഗസ്റ്റ് 15-നാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിന് മുന്നേ ജൂലൈ 22-ന് തന്നെ നമ്മുടെ ദേശീയ പതാകയൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്കറിയാം ഓഗസ്റ്റ് 15-നാണ് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്. അപ്പൊ ആ സമയത്തിന് മുന്നേ തന്നെ നമുക്കൊരു പതാക അല്ലെ, ആ പതാകയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അതെന്നാണ്? 47 ജൂലൈ 22. ഇനി നമ്മുടെ ദേശീയ ഗാനം, ദേശീയ ഗീതം അല്ലെ, ജനഗണമന, അതുപോലെ തന്നെ വന്ദേ മാതരം, ഇതിനൊക്കെ അംഗീകരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1950 ജനുവരി 24-ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജനുവരി 24 എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു? അന്നായിരുന്നു ഭരണഘടനാ സഭയിലെ അംഗങ്ങളൊക്കെ ഭരണഘടനയിൽ ഒപ്പുവെച്ച ദിവസം എന്ന് പറയുന്നത്. എന്നാണ്? ജനുവരി 24. ആ ഒരു ദിവസം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഒക്കെ അംഗീകരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാന കമ്മിറ്റികളെ കുറിച്ചിട്ടാണ്. പ്രധാന കമ്മിറ്റികൾ നമുക്ക് നോക്കി വെച്ച് പോയാൽ മതി. അതിൽ നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട 3 കമ്മിറ്റികളുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി. ഇത് പഠിക്കാൻ എളുപ്പമാണ്. യൂണിയനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആരുടേതായിരിക്കും? നെഹ്റുവിന്റേതാണ്. അതുകൊണ്ട് തന്നെ യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. യൂണിയനുമായി ബന്ധപ്പെട്ട് വരുന്നത്, സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ ആരുടേതാണ്? നെഹ്റുവിന്റേതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് മൗലികാവകാശ കമ്മിറ്റി. മൗലികാവകാശ കമ്മിറ്റി ആരുടേതാണ്? പട്ടേലിന്റേതാണ് അല്ലെ. സർദാർ വല്ലഭായ് പട്ടേലിന്റേതാണ് മൗലികാവകാശ കമ്മിറ്റി. അതുപോലെ തന്നെയാണ് ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിയും ആരുടേത് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റേതാണ്. ഏതൊക്കെ വരുന്നുണ്ട്? മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി. ഇത് രണ്ടും സർദാർ വല്ലഭായ് പട്ടേലിന്റേതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൗലികാവകാശ സബ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അതാരുടേതാണ്? അത് JB കൃപലാനിയുടേതാണ്. എന്താ പറഞ്ഞത്? മൗലികാവകാശ കമ്മിറ്റി ആണെങ്കിൽ അത് പട്ടേലിന്റേതാണ്. എന്നാൽ മൗലികാവകാശ സബ് കമ്മിറ്റി എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് ആരുടേതാണ്? JB കൃപലാനി. അപ്പൊ സബ് കമ്മിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരുടേതാണ്? JB കൃപലാനി. ന്യൂനപക്ഷ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആരുടേതാണ്? പട്ടേലിന്റേതാണ് അല്ലെ. എന്നാൽ ന്യൂനപക്ഷ സബ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ്? HC മുഖർജിയുടേതാണ് കേട്ടോ. അപ്പൊ മാറിപ്പോകരുത്. മൗലികാവകാശ കമ്മിറ്റി പട്ടേലിന്റേത്, അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മിറ്റിയും ആരുടെ തന്നെയാണ്? പട്ടേലിന്റേതാണ്. എന്നാൽ മൗലികാവകാശ സബ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ, സബ് കമ്മിറ്റി എന്ന് എടുത്ത് ചോദിച്ചാൽ അത് JB കൃപലാനിയും, അതുപോലെ തന്നെ ന്യൂനപക്ഷ സബ് കമ്മിറ്റി എന്ന് എടുത്ത് ചോദിച്ചാൽ അത് ആരുടേതാണ്? HC മുഖർജിയുടേതാണ്. എന്നാൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ആരുടേതാണ്? രാജേന്ദ്ര പ്രസാദിന്റേതാണ് അല്ലെ. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ആരുടേതാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു കമ്മിറ്റിയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ആണെങ്കിലും സ്റ്റിയറിംഗ് കമ്മിറ്റി ആണെങ്കിലും രണ്ടും ആരുടേതാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റേതാണ്. അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. അപ്പൊ യൂണിയനും സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത് നെഹ്റു ആണ്. മൗലികാവകാശ കമ്മിറ്റി ആണെങ്കിൽ പട്ടേല്, ന്യൂനപക്ഷ കമ്മിറ്റി ആണെങ്കിലും പട്ടേല്. എന്നാൽ മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി, ന്യൂനപക്ഷ സബ് കമ്മിറ്റി ആണെങ്കിൽ HC മുഖർജി. രാജേന്ദ്ര പ്രസാദിന്റേത് ഏതൊക്കെയായിരുന്നു? റൂൾസ് ഓഫ് പ്രൊസീജിയർ അല്ലെ. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഇത് രണ്ടും ആരുടേതാണ്? രാജേന്ദ്ര പ്രസാദിന്റേതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട വ്യക്തിയാണ് അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്. 47 ഓഗസ്റ്റ് 29. സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ്? ഓഗസ്റ്റ് 15. 47 ഓഗസ്റ്റ് 15 ആണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് രൂപീകരിക്കുന്നുണ്ട്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ. എന്നാൽ ദിവസം 47 ഓഗസ്റ്റ് 29. ഇനി എത്ര അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ളത്? എത്ര പേരാണ്? 7 അംഗങ്ങളാണ് അല്ലെ. 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ളത്. ആരൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു, അധ്യക്ഷനായിട്ടുള്ള BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തറും DP കൈതാനും.
ഇത്രയും പേരാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ളത്. അതും ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് മുന്നേ ഒക്കെ ചോദിക്കാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആര് എന്ന് ചോദിക്കും. അപ്പൊ ഈ പേരൊക്കെ ഒരു ഓർഡറിൽ അങ്ങ് പഠിക്കാം. ആദ്യം അംബേദ്കർ അവിടെ മറക്കാതെ വെച്ചേക്കുക, അയാൾ ചെയർമാൻ ആണ്. പിന്നുള്ള ആള് മുൻഷി, KM മുൻഷി ഉണ്ടെന്ന് ഓർത്ത് വെക്കാം, മുൻഷി ഉണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് സാദുള്ള, മുഹമ്മദ് അല്ലെ, മുൻഷി വെച്ചിട്ട് വെച്ചിട്ട് വരുന്ന മറ്റൊരു പേരാണ് മുഹമ്മദ് സാദുള്ള. മുൻഷി മുഹമ്മദ് സാദുള്ള. പിന്നെ ഒരേപോലുള്ള ആളുകള് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും ഗോപാലസ്വാമി അയ്യങ്കാറും, അല്ലെ, ഒരു അയ്യറും അയ്യങ്കാറും ഒരേപോലെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഒരു അയ്യറും അയ്യങ്കാറും. പിന്നെ വരുന്നത് ഒരേപോലുള്ളത് ആരാണ്? BL മിത്തറും DP ഗെയ്താനും. ഒരേ ഫ്ലോയിൽ പറയാലോ, BL മിത്തറും DP ഗെയ്താനും. അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ ഭരണഘടനയല്ല, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. KM മുൻഷി, അഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ, TP ഗെയ്താന്. അങ്ങനെ മൊത്തം 6+1 7 പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നമ്മുടെ ഭരണഘടന കടമെടുത്ത ആശയങ്ങളെ കുറിച്ചിട്ടാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കാം. നമുക്ക് നോക്കാം നമ്മുടെ അമേരിക്കയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കടമെടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. അമേരിക്കയിൽ നിന്ന് എന്തൊക്കെ കാര്യം കടമെടുത്തിട്ടുള്ളത്? ആമുഖം, അല്ലെ, ആമുഖം എടുത്തിട്ടുണ്ട്. ലിഖിത ഭരണഘടന, മൗലിക അവകാശങ്ങള്, ജുഡീഷ്യൽ റിവ്യൂ, നിയമത്തിന്റെ തുല്യ പരിരക്ഷ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇംപീച്ച്മെന്റ്. കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് ഏത്? ആമുഖം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൗലിക അവകാശം. അപ്പം ആമുഖവും അതുപോലെ തന്നെ മൗലിക അവകാശവും ഇംപീച്ച്മെന്റ് അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ ഇതൊക്കെ എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ആമുഖം അമേരിക്ക, അല്ലെ, ഇത് കണക്ട് ചെയ്യാം. ആമുഖം അമേരിക്ക. ഇംപീച്ച്മെന്റും എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ അതും എവിടുന്ന് തന്നെയാണ്? അമേരിക്കയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഒരുപാട് തവണ ചോദിച്ചതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ, അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. അവിടെ നിന്ന് തന്നെ കിട്ടും നമുക്ക് അയർലൻഡ്, IR വെച്ച് കണക്ട് ചെയ്യാം. അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി എവിടുന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ. അതുപോലെ തന്നെ സംയുക്ത സമ്മേളനം കൺകറന്റ് ലിസ്റ്റ് ഇത് രണ്ടും എവിടുന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പൊ പാർലമെന്ററി സംയുക്ത സമ്മേളനം കൺകറന്റ് ലിസ്റ്റ് എവിടുന്നാ ചോദിച്ചാൽ എവിടുന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് മൗലിക കടമകൾ. മൗലിക അവകാശമാണെങ്കിൽ അത് അമേരിക്കയാണ്. എന്നാൽ മൗലിക കടമകളാണെങ്കിൽ അത് എവിടുന്നാണ്? റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ്. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതിയും എവിടുന്നാണ്? റഷ്യയിൽ നിന്നാണ്. അപ്പൊ റഷ്യയിൽ നിന്ന് എന്തൊക്കെയുണ്ട്? മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതിയും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് എവിടുന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്, അല്ലെ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. അതേപോലെ തന്നെയാണ് റിപ്പബ്ലിക് എന്ന പദം എവിടുന്നാണ്? ആ ഒരു ആശയം കടം എടുത്തത് എവിടുന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്, അല്ലെ. റിപ്പബ്ലിക് എന്ന ആശയം ഫ്രാൻസിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടുന്ന് തന്നെയാണ്? ഫ്രാൻസിൽ നിന്ന് തന്നെയാണ്. ഇനി അടുത്തത് നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചത് റിട്ടുകൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏക പൗരത്വം, പിന്നെ ക്യാബിനറ്റ് സമ്പ്രദായം, നിയമസമത്വം, നിയമവാഴ്ച, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ്, അല്ലെ. റിട്ട് ബ്രിട്ടൻ, ഏക പൗരത്വം ബ്രിട്ടൻ ആണ്. നിയമവാഴ്ച, നിയമസമത്വം, നിയമനിർമ്മാണം, അല്ലെ. നിയമം വെച്ച് വരുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കാം. നിയമവാഴ്ച, നിയമസമത്വം, നിയമനിർമ്മാണം ഇതൊക്കെ എവിടുന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്യാബിനറ്റ് സമ്പ്രദായം, കൂട്ടുത്തരവാദിത്തം അതൊക്കെ എന്താണ്? ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. ആമുഖം, അതുപോലെ തന്നെ മൗലിക അവകാശം, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ് ഇതൊക്കെ എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്, അല്ലെ. അമേരിക്കയിൽ നിന്നാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളാണെങ്കിലോ അയർലൻഡ്, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും അയർലൻഡിൽ നിന്ന് തന്നെയാണ്. ഭരണഘടനാ ഭേദഗതി എവിടുന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ ആണെങ്കിൽ മൗലിക കടമകൾ പഞ്ചവത്സര പദ്ധതിയൊക്കെ എവിടുന്നാണ്? റഷ്യയിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന പദം എവിടുന്നാണ്? ഫ്രാൻസ്, അല്ലെ. അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യവും എവിടുന്ന് തന്നെയാണ്? ഫ്രാൻസിൽ നിന്ന് തന്നെയാണ്. ഏക പൗരത്വം, നിയമവാഴ്ച, നിയമസമത്വം, നിയമനിർമ്മാണം, കൂട്ടുത്തരവാദിത്തം, റിട്ട് ഇതൊക്കെ എവിടുന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച്, ഓക്കെ, എന്താണ് 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയാണ്, ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേര് എന്താണ്? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, പൗരത്വം ലഭിക്കുന്ന രീതികളെ കുറിച്ചിട്ടും പൗരത്വം നമുക്ക് നഷ്ടപ്പെടുന്ന രീതികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇപ്പം ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു യുവാവാണ്, അദ്ദേഹം വിവാഹം കഴിച്ചത് വേറെ ഏതെങ്കിലും രാജ്യക്കാരിയാണ്. ആ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അല്ലെ, ഏത് രീതിയിലാണ് കിട്ടുക നമുക്ക് നോക്കാം. ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് സിമ്പിൾ ലോജിക്ക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നതാണ് അല്ലെ. എങ്ങനെയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, പാരമ്പര്യം വഴിയുള്ള പൗരത്വം. അത് കിട്ടുമോ? പാരമ്പര്യം വഴിയാണോ ആ ഭാര്യയ്ക്ക് കിട്ടുന്നത്? അവർക്ക് അങ്ങനെ ഉള്ള പാരമ്പര്യം വരുന്നുണ്ടോ? ഇല്ലല്ലേ, ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അടുത്ത് നോക്കാം, ജന്മം കൊണ്ടുള്ള പൗരത്വം. അവർക്ക് ജന്മം കൊണ്ടാണോ പൗരത്വം കിട്ടിയിട്ടുള്ളത്? അവർ അവിടെ നിന്നാണോ ജനിച്ചത്? അല്ലല്ലേ, അപ്പൊ ജന്മം കൊണ്ടുള്ള പൗരത്വമല്ല. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ഭൂപ്രദേശ സംയോജനം മൂലമുള്ള പൗരത്വം. ഇവിടെ ഭൂപ്രദേശ സംയോജനത്തെ പറ്റി പറയുന്നുണ്ടോ? അങ്ങനെയൊന്നും പറയുന്നില്ല അല്ലേ, അപ്പൊ ഇതും തെറ്റായിട്ടുള്ളതാണ്. ശരിയായിട്ടുള്ളത് ഏതാണ്? രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വമാണ്. ഓക്കെ, അതായത് ഇന്ത്യൻ പൗരത്വം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് പൗരത്വം നേടിയെടുക്കാൻ പറ്റുന്നതാണ് അല്ലെ. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഭർത്താവ് എന്താണ്? ഇന്ത്യക്കാരനാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തത് വഴി എന്ത് ചെയ്യുന്നുണ്ട്? പൗരത്വം കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് പൗരത്വം കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പൗരത്വവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 2 അല്ലെ, ഭാഗം 2 ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത്? ഏതാണ് ആ ഭാഗം? 2-ാം ഭാഗമാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ, 5 മുതൽ 11 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? പൗരത്വത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ഭാഗം 2-ലാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ അല്ലെ, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പൗരത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയുള്ള പൗരത്വമാണ് കൊടുക്കുന്നത്? എങ്ങനെയുള്ളതാണ്? സിംഗിൾ പൗരത്വമാണ് അല്ലെ, ഏക പൗരത്വമാണ് വിഭാവനം ചെയ്യുന്നത്. നമുക്ക് ഒരേ സമയം 2 പൗരത്വം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, 2 രാജ്യങ്ങളുടെ പൗരത്വം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. പൗരത്വം പാർലമെന്റ് എന്ന് ആലോചിച്ചാൽ മതി. അതായത് പൗരത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളിലൊക്കെ തീരുമാനം എടുക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് 1955 പൗരത്വ നിയമം പാസാക്കുന്നത്. എന്നാണ്? 1955 പൗരത്വ നിയമം പാസാക്കുന്നത്. ഇനി എത്ര രീതിയിലാണ് നമുക്ക് പൗരത്വം ലഭിക്കുന്നത്? പ്രധാനമായിട്ടും 5 രീതിയിലാണ് പൗരത്വം ലഭിക്കുന്നത് അല്ലെ. ഏതൊക്കെയാണ്? ജന്മസിദ്ധമായിട്ട് അല്ലെ, അതായത് ബൈ ബർത്ത്, ജനനം വഴി നമുക്ക് എന്ത് ചെയ്ത് കിട്ടുന്നുണ്ട്? പൗരത്വം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്തുടർച്ച വഴി അല്ലെ, പിന്തുടർച്ച വഴി പാരമ്പര്യമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വഴി അല്ലെ, നമ്മളിപ്പോ മുന്നേ പഠിച്ചു, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? രജിസ്ട്രേഷൻ വഴി നമുക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചിരകാലവാസം മുഖേന അല്ലെ, കുറെ കാലം ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൗരത്വത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ചിരകാലവാസം മുഖേനയും നമുക്ക് എന്ത് കിട്ടുന്നത്? ഇന്ത്യൻ പൗരത്വം കിട്ടുന്ന ഒരു വഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാദേശിക സംയോജനം മൂലം അല്ലെ, അതായത് വിഭജനമുള്ള സമയത്ത് അല്ലെങ്കിൽ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇങ്ങനെ 5 രീതിയിലാണ് പൗരത്വം ലഭിക്കുന്നത്. ഏതൊക്കെയാണ്? ജന്മസിദ്ധമായിട്ട്, പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ വഴി, ചിരകാലവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഇങ്ങനെ 5 തരത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പൗരത്വം നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മുടെ പൗരത്വം നഷ്ടപ്പെട്ടേക്കാം? ഏതൊക്കെ രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്? പ്രധാനമായിട്ടും 3 രീതിയിൽ അല്ലെ, അതായത് 5 രീതിയിൽ നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ 3 രീതിയിൽ അത് നഷ്ടപ്പെടുത്താനും പറ്റുന്നുണ്ട്. അപ്പം 5, 3 എന്ന ഫിഗർ ഓർത്തു വെക്കണം. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പം എത്ര രീതിയിൽ ഒരാൾക്ക് അയാളുടെ പൗരത്വം നഷ്ടപ്പെടാം എന്ന് ചോദിച്ചാൽ എത്ര രീതിയിലാണ്? 3 രീതിയിൽ. ഒന്നാമത്തേതാണ് പരിത്യാഗം, രണ്ടാമത്തേത് നിർത്തലാക്കൽ, മൂന്നാമത്തേത് പൗരത്വ അപഹരണം. ഓക്കെ,
പരിത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾക്ക് സ്വമേധയാ എന്ത് ചെയ്യാം, അല്ലെ, ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വമേധയാൽ എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാം. അങ്ങനെ പരിത്യാഗം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൗരത്വം നഷ്ടപ്പെടുത്താം. അതുപോലെ തന്നെ രണ്ടാമത്തത് നിർത്തലാക്കലാണ്, അല്ലെ. നിർത്തലാക്കൽ എന്ന് പറയുമ്പം അവിടെ ഒരേ സമയം ഒരാള് രണ്ട് പൗരത്വം നേടിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ പൗരത്വവും അതേസമയം വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ പൗരത്വം കൂടി നേടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടുത്തെ ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യും, നഷ്ടപ്പെടും, അല്ലെ. അതാണ് നിർത്തലാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പൗരത്വ അപഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു പൗരത്വം നേടിയിട്ടുള്ളത് വ്യാജപരമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനാദരവ് കാണിച്ചു കഴിഞ്ഞാൽ ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുത്താൻ പറ്റും. അതാണ് പൗരത്വം അപഹരണം എന്ന് പറയുന്നത്, അല്ലെ. പൗരത്വം അപഹരിച്ചു കൊണ്ടുപോവുക. എങ്ങനെയാണ്? വ്യാജമായിട്ടാണ് അത് നേടിയിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തില് ഭരണഘടനയോട് ഒരു അനാദരവ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൗരത്വം നഷ്ടപ്പെടാം. ഓക്കെ, അപ്പം ഈ മൂന്ന് രീതിയിലാണ് നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്. ഒന്ന് പരിത്യാഗം, രണ്ടാമത് നിർത്തലാക്കൽ, മൂന്ന് പൗരത്വ അപഹരണം. ക്ലിയർ അല്ലേ? അപ്പം പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം അർത്ഥമാക്കുന്നത് എന്ത്? ഇതൊക്കെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. റിപ്പബ്ലിക്കിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു പോണം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തില് റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതിനു മുന്നേ ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് നോക്കാം. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആമുഖത്തില് എന്താണ് പറയുന്നത്? ആമുഖത്തിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കുന്നു എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ. എന്തൊക്കെയാണ്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്. ജനാധിപത്യവും റിപ്പബ്ലിക്കും ഒരേ കണക്ഷനിൽ വെച്ച് പഠിക്കാം. അപ്പൊ ആദ്യം ഓർത്ത് വെക്കേണ്ടത് ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള മതേതരത്വമുള്ള ജനാധിപത്യമായിട്ടുള്ള റിപ്പബ്ലിക് ആണ് നമ്മുടെ രാജ്യം എന്നാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ആമുഖത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ആമുഖവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. നമുക്കറിയാലേ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നതാണ് എന്ത്? നമ്മുടെ ആമുഖം എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ ആമുഖം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടാണ് എന്ത് ആരംഭിക്കുന്നത്? നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. നെഹ്റു ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു എന്ന 46 ഡിസംബർ 13-ാം തീയതിയാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യം കൈവരിക്കേണ്ടതായിട്ടുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ആ ഒരു ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. ഓക്കെ, ആ ഒരു കാര്യവും അവിടെ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ ആമുഖം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാല് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് തന്നെ എന്തും വന്നിട്ടുണ്ട്? ആമുഖവും വന്നിട്ടുണ്ട്. അതായത് 1950 ജനുവരി 26. ആമുഖത്തിന്റെ ശില്പിയാണ് ആര്? നെഹ്റു, അല്ലെ. കാരണം എന്തുകൊണ്ടാണ്? നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം തയ്യാറാക്കിയിട്ടുള്ളത്. ആ ലക്ഷ്യപ്രമേയമാണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? ആമുഖമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ആമുഖത്തിന്റെ ശില്പിയായിട്ട് ആരെ പറയുന്നത്? നെഹ്റുവിനെ പറയുന്നത്. അപ്പം എന്നാണ് ആമുഖം നിലവിൽ വന്നത്? 1950 ജനുവരി 26, അല്ലെ. കാരണം എന്താ? ഭരണഘടന നിലവിൽ വരുമ്പോൾ തന്നെ ആമുഖവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക തീയതിയാണ് ഏത്? 49 നവംബർ 26. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക തീയതി എന്ന് ചോദിച്ചാൽ ഏതാണ്? 1949 നവംബർ 26 ആണ്, അല്ലെ. എന്താ അതിന്റെ പ്രത്യേകത? ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ് ഇത് 1949 നവംബർ 26. ആ ഒരു ഡേറ്റ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരേ ഒരു തവണയാണ് നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് 42-ാം ഭേദഗതിയിലൂടെയാണ്. 42-ാം ഭേദഗതി ഏതാണ് വർഷം? 1976 ആണ്. ആ ഒരു കാര്യം കൂടി അവിടെ ഓർത്തു വെച്ചേക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ആമുഖം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ്, അല്ലെ. നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? ആമുഖമായിട്ട് മാറിയിട്ടുള്ളത്. ആമുഖം നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. ഇനി നമ്മുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡേറ്റ് ചോദിച്ചാൽ അത് എന്നാണ്?
1949 നവംബർ 26. ഇനി ഒറ്റ തവണയാണ് നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഏതാണ് ആ ഭേദഗതി? 42ാം ഭേദഗതിയാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഓക്കെ, ഒരു ഓർഡറിൽ അങ്ങ് പഠിക്കാം. നീതി, സമത്വം. ഓക്കെ, നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഇതാണ് പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നീതിയുണ്ട്, സമത്വമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സാഹോദര്യം. ഇതാണ് നമ്മുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ കാര്യങ്ങളിലോട്ട് പോകാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ആമുഖത്തിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതായത് ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള രാജ്യത്തിന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പരമാധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ. പരമ അധികാരമാണ് അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ പരമമായിട്ടുള്ള അധികാരം. അതായത് ആഭ്യന്തരമായിട്ടാണെങ്കിലും വൈദേശികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്വയം തീരുമാനം, നമ്മുടെ രാജ്യത്തിന് സ്വയം തീരുമാനം എടുക്കാനുള്ള ആ ഒരു അധികാരം, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പരമ അധികാരം എന്ന് വിളിക്കുന്നത്. ഇനി സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വരുമാനത്തിലാണെങ്കിലും ജീവിത നിലവാരത്തിലുമുള്ള അവസര സമത്വം അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, അസമത്വം ഒഴിവാക്കുക. സോറി, അവസര സമത്വം അല്ല, അസമത്വം ഒഴിവാക്കുക. ഓക്കെ, അതായത് സമത്വം ഉണ്ടായിരിക്കണം. അതാണ് സോഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുമാനത്തിലാണെങ്കിലും ജീവിത നിലവാരത്തിലാണെങ്കിലും അസമത്വങ്ങൾ എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. അതാണ് സോഷ്യലിസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മതേതരത്വം എന്ന് പറഞ്ഞാലോ? മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് ഇന്ന മതം എന്ന് പറയുന്നില്ല അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ മതം എന്ന് പറയുന്നില്ല. ഇവിടെ എല്ലാവർക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കാവുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു മതത്തെയും ആരും എന്ത് ചെയ്യുന്നില്ല, അവിടെ ചെയ്യരുതെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും എവിടെയും ഭരണഘടനയിൽ പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം എന്തെന്ന് പറയുന്നത്? ഒരു മതേതരത്വ രാജ്യം എന്ന് പറയുന്നത്. അതായത് എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള പരിഗണനയും പദവിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനാധിപത്യം, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ജനാധിപത്യം എന്ന് വിളിക്കും അല്ലെ. അതായത് രാജ്യത്തിന്റെ ഭരണാധികാരികളെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്താ? ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. അതുമാണ് ജനാധിപത്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിപ്പബ്ലിക് എന്ന വാക്കുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രപതി ഉണ്ട്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള ജനതയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ രാജ്യങ്ങളിലും ചിലപ്പോൾ രാഷ്ട്രപതി ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഇവിടെ എന്താണ്? നമ്മൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി നമ്മുടെ രാജ്യത്തിനുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രത്തലവനുള്ള ജനതയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റിപ്പബ്ലിക് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിപ്പബ്ലിക് ആണ് അല്ലെ. കാരണം എന്താണ്? നമുക്കൊരു രാഷ്ട്രപതി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു റിപ്പബ്ലിക് ആണ്. ഇനി നമുക്ക് ആ മുകളിൽ വന്ന ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കാം. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതൊന്നുമില്ല അല്ലെ. ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ നാം എല്ലാവരും തുല്യരാണ്. അതുമല്ല, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആഭ്യന്തരവും ബാഹ്യവുമായ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള പൂർണ്ണ അധികാരം. ഇതൊക്കെ എന്താണ്? പരമാധികാരമാണ് അല്ലെ, പരമാധികാരമാണ്. ഇന്ത്യയുടെ രാഷ്ട്രതലവൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാകണം. അതാണ് എന്തെന്ന് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തുള്ള രാഷ്ട്രപതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെയുള്ള ഭരണകൂടത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റിപ്പബ്ലിക് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയില് ആർട്ടിക്കിൾ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത ഏത്? അപ്പം ആർട്ടിക്കിൾ 20 അഥവാ അനുച്ഛേദം 20 എന്ന് പറയുമ്പം നമുക്കറിയാലേ, ഏത് ഭാഗത്താണ് ഈ ഒരു ആർട്ടിക്കിൾ 20 വരുന്നത്? ഏത് ഭാഗത്താണെന്ന് ഓർത്ത് നോക്കിക്കേ. 12 മുതൽ 35 വരെ കിടക്കുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ആർട്ടിക്കിൾ 20 ഒക്കെ വരുന്നത്. അതായത് ഭാഗം 3 ആയിട്ടുള്ള നമ്മുടെ മൗലിക അവകാശങ്ങളിലാണ് ഏതൊക്കെ വരുന്നത്? ആർട്ടിക്കിൾ 20 വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഭരണഘടനയുടെ ഭാഗം 2ലാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. ഭാഗം 3 ആണെങ്കിൽ അതെന്താണ്? മൗലിക അവകാശം. ഭാഗം 3 മൗലിക അവകാശം. 3 മൗലിക അവകാശം. ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ്? ആർട്ടിക്കിൾ
12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, നമുക്കറിയാലേ ഏതൊരു പൗരനും മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾക്ക് സംരക്ഷണം കിട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് ആരാണ്? കോടതിയാണ് അല്ലെ, സുപ്രീം കോടതിയാണ്. അതായത് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. അപ്പൊ മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു പൗരനും കിട്ടേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളാണ് അല്ലെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമൊക്കെ എന്താണ്? നമ്മുടെ മൗലിക അവകാശങ്ങളാണ്. ഈ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും തരത്തിൽ ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഹാനിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ആരെ സമീപിക്കാവുന്നതാണ്? കോടതിയെ സമീപിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് ആരെ വിളിക്കുന്നത്? സുപ്രീം കോടതിയെ വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതാണ് അല്ലെ. ന്യായീകരിക്കാവുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഒരു മൗലിക അവകാശത്തിന് ലംഘനമേറ്റു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയെ സമീപിക്കാൻ പറ്റും. അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതാണ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾ 20ഉം 21 ഓർത്തു വെച്ചേക്കണം. ഏതാണ്? ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടത് 20ആണ്. അതേപോലെ മറ്റൊരാളാണ് 21. ഈ 20ഉം 21ഉം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ 20ഉം 21ലും ഒരു തരത്തിലുള്ള ലംഘനവും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതായത് നമുക്ക് ആ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എല്ലാ മൗലിക അവകാശങ്ങളും എന്താ പറയാ കിട്ടണമെന്നില്ല. ഓക്കെ, എന്നാൽ മൗലിക അവകാശങ്ങളിൽ പരിമിതിപ്പെടുത്താൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 20ഉം 21ഉം. അതൊക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതിനു മുന്നേ നമുക്ക് ഇപ്പൊ നിലവില് എത്ര മൗലിക അവകാശങ്ങളുണ്ട്? എത്രണ്ണാണുള്ളത്? എത്രണ്ണമുണ്ട്? നിലവില് 6 എണ്ണാണ് ഉള്ളത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 എണ്ണായിരുന്നു. അതിൽ നിന്ന് ആരൊഴിവാക്കി? സ്വത്തവകാശം എന്ന് പറയുന്ന ഒരു മൗലിക അവകാശം ഒഴിവാക്കി. അതെന്തായിട്ട് മാറി? ഒരു നിയമവകാശമായിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു അവകാശം പോയപ്പോ ഇപ്പൊ നിലവില് 6 മൗലിക അവകാശങ്ങളാണുള്ളത്. അതുപോലെ തന്നെയാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇത് രണ്ടും 6 എണ്ണാണ്. അപ്പൊ അങ്ങനെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ, എന്നാൽ മൗലിക കടമകൾ എത്രണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 11ആണ്. ഇത് പലപ്പോഴും ആളുകൾക്ക് തെറ്റിപ്പോകുന്നതാണ്. അപ്പൊ മൗലിക അവകാശങ്ങൾ 6 എണ്ണം, മൗലിക സ്വാതന്ത്ര്യങ്ങൾ 6 എണ്ണം, എന്നാൽ മൗലിക കടമകൾ എന്ന് പറയുന്നത് 11ആണ്. ഓക്കെ, 6, 6, 11 ഒരിക്കലും തെറ്റിപ്പോവാ പാടില്ലാത്ത ഫിഗർ ആണ്. പലപ്പോഴും ആളുകൾക്ക് തെറ്റിപ്പോകുന്നതാണ്. പലപ്പോഴും ഇത് 7 ആയിട്ട് എഴുതി വെക്കും. ഇപ്പൊ 7 അവകാശങ്ങളൊന്നും ഇല്ല, മൗലിക അവകാശം ഇല്ല. എത്രണ്ണേ ഉള്ളൂ? 6 മൗലിക അവകാശമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉള്ളത്. എന്നാൽ 11 മൗലിക കടമകൾ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, PSC ക്ക് ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ പഠിച്ച് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഒരു മാർക്ക് ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട്. ഏതൊക്കെയാണ് ആ 6 മൗലിക അവകാശങ്ങൾ എന്ന് നോക്കാം. ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. ഇതാണ് 6 മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെ, മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അവിടെയാണ് നമ്മൾ റിട്ടുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പൊ ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിട്ടുകളാണ്. റിട്ടുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ വരുന്നത്. അവിടെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് ആർട്ടിക്കിൾ ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 14. ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ 14 ആണ്. അതായത് നിയമത്തിന് മുന്നിലെ സമത്വമാണ് ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 14 പറയുന്നത് അല്ലെ, നിയമത്തിന് മുന്നിൽ എല്ലാവരും എന്താണ്? തുല്യരാണ്. ആർക്കും പ്രത്യേക നിയമം ഒന്നും പറയുന്നില്ല. അവിടെ എല്ലാവരും തുല്യരാണ്. അപ്പൊ ഇന്ത്യയിലെ ഓരോ പൗരന്മാരും എന്താണ്? തുല്യരാണ്. അപ്പൊ നിയമത്തിന് മുന്നിൽ തുല്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിലെ സമത്വം എന്ന് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 14. അതുപോലെ തന്നെ ജാതി, മതം, വംശം, ഓക്കെ, ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആരോടും ഒരു വിവേചനവും പാടില്ല എന്ന് പറയുന്നത് ഏതിലാണ്? 15-ൽ. അപ്പൊ ആദ്യം പറഞ്ഞത് ഏതാണ്? ആദ്യം പറഞ്ഞത് നിയമത്തിന് മുന്നിലെ സമത്വമാണ് അല്ലെ. നിയമത്തിന് മുന്നിലെ സമത്വം 14ആണ്. 15 ആണെങ്കിൽ എന്തായിരുന്നു?
ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം അതിന്റെ പേരിലൊന്നും ആരോടും എന്ത് പാടില്ല, വിവേചനങ്ങൾ പാടില്ല. അത് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15. ഓക്കെ ആണല്ലോ. ഇനി പൊതു നിയമനങ്ങളിലെ അവസര സമത്വം, പൊതു നിയമനങ്ങളിലെ അവസര സമത്വം നമ്മൾ PSC ഒക്കെ എഴുതാറുണ്ടല്ലോ. അപ്പൊ ഈ PSC ഒക്കെ എഴുതുന്നത് എങ്ങനെയാണ്, ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ് അല്ലെ. ഇവിടെ എന്താണ്, എല്ലാവർക്കും സമത്വമാണ്. ഇവിടെ കുറച്ച് സംവരണങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും എന്താണ് നിയമത്തിന് മുന്നിൽ സോറി നിയമത്തിനല്ല പൊതു നിയമനങ്ങളിൽ എന്താണ് അവസര സമത്വം ഉള്ളവരായിരിക്കണം അല്ലെ. എല്ലാവർക്കും ഒരേ അവസരമാണ് കൊടുക്കുന്നത്. അതാണ് ഏതിൽ പറയുന്നത് ആർട്ടിക്കിൾ 16 പറയുന്നത്. ഓക്കെ, അപ്പൊ പൊതു നിയമനങ്ങളില് അവസര സമത്വം ഏതിലാണ് ആർട്ടിക്കിൾ 16. അതുപോലെ തന്നെ അയിത്ത നിർമാർജനം ഏതാണ് ആർട്ടിക്കിൾ 17 ആണ്. ഇനി സ്ഥാനപ്പേരുകളൊക്കെ നിർത്തലാക്കല്, ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പേരിനോടൊപ്പം ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏതാണ് ആർട്ടിക്കിൾ 18. എന്നാൽ അങ്ങനെ കിട്ടിയിട്ടുള്ളത് സൈനികപരമായിട്ടുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ളതാണെങ്കിൽ അത് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ അല്ലെ, ഡോക്ടർ എന്ന് പറഞ്ഞിട്ടാണ് പേര് വരാറ്, അവിടെ ആ ഡോക്ടർ എന്ന് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ ലെഫ്റ്റനന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില പേരുകൾ വരുന്നത്. അങ്ങനെ സൈനികപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ കിട്ടുന്നവ ഒഴികെയുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും അംഗീകാരങ്ങൾ അല്ലെങ്കിൽ സ്ഥാനപ്പേരുകൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ട് പേര് വരാൻ പാടില്ല എന്ന് പറയുന്നത് ഏതിലാണ് ആർട്ടിക്കിൾ 18. ഓക്കെ, അപ്പൊ 14 നിയമത്തിന് മുന്നിൽ സമത്വം, 15 ആണെങ്കിൽ ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല. 16 ആണെങ്കിൽ പൊതു നിയമനങ്ങളിൽ അവസര സമത്വമാണ്. 17 അയിത്ത നിർമാർജനം, 17 ഏതാണ് അയിത്ത നിർമാർജനം. 18 ആണെങ്കിലോ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലാണ് അല്ലെ. 18ലാണ് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കല്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്താണ് സമത്വത്തിനുള്ള അവകാശമാണ്. സമത്വം കഴിഞ്ഞ സ്വാതന്ത്ര്യം, പിന്നെയാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പൊ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആർട്ടിക്കിൾ 19ലാണ് അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ 19IA, 19IB, IC, ID, IE, പിന്നെ F ഇല്ല, G ആണുള്ളത്. അപ്പൊ അതങ്ങ് ഓർഡറിൽ അങ്ങ് പഠിച്ചാൽ മതി. ABCDE കഴിഞ്ഞിട്ട് G ആണ്. അങ്ങനെ മൊത്തം 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. ഈ ഒരു ഓർഡർ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ഇതൊരു കഥ പോലെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഓർഡർ എന്ന് പറയുമ്പോൾ 19 ആർട്ടിക്കിൾ 19 A കഴിഞ്ഞാൽ BCDE വരെ കഴിഞ്ഞിട്ട് F വരാൻ പാടില്ല, അത് കഴിഞ്ഞിട്ട് G ആണ്. അപ്പൊ മൊത്തം 6 എണ്ണം കിട്ടും. ഇനി അതൊക്കെ എന്തൊക്കെയാണെന്ന് ഒരു കഥ പോലെ പറഞ്ഞുതരാം. അതായത് 19A പറയുന്നത് സംസാരത്തിനും ആശയ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് നിരായുധമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനുശേഷം സംഘടനകളൊക്കെ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പൊ ഇതൊരു കഥ പോലെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഇതൊരു ഓർഡറിൽ നമ്മൾ മനസ്സിലാക്കി വെക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, എല്ലാവരും കൂടി എന്തെങ്കിലും ഒരു ആശയം പുറപ്പെടുവിക്കുക അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സംസാരിക്കുക, ഒരു ആശയം പുറപ്പെടുവിക്കാൻ ആലോചിക്കാം. എന്നിട്ട് ആ ആശയത്തിന്റെ പുറത്ത് നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒത്തുചേരുകയാണ്. ആദ്യം നമ്മൾ ഒരു ആശയം പ്രകടിപ്പിച്ചു, ആ ആശയത്തിന്റെ പുറത്ത് എല്ലാവരും കൂടി ചേർന്ന് ഒത്തുചേർന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു സംഘടന അങ്ങ് രൂപീകരിച്ചു. ഓക്കെ, ആദ്യം ആശയം പ്രകടിപ്പിച്ചു, എന്നിട്ട് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒത്തുചേർന്നിട്ട് അവിടെ ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു അല്ലെ. ആ സംഘടനയിൽ നിന്ന് നമ്മൾ സഞ്ചരിച്ചു, എന്നിട്ട് സഞ്ചരിച്ച ഒരു ഭാഗത്തെത്തിയിട്ട് അവിടെ എന്ത് ചെയ്തു, അവിടെ പോയി താമസിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ സ്ഥലത്ത് പോയിട്ട് ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്തു. ഈ ഒരു ഓർഡർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്താണ് പറയുന്നത്, ആശയ പ്രകടനമാണ് അല്ലെ. ആശയ പ്രകടനം, പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഒത്തുചേർന്നു, പിന്നെ സംഘടനകളൊക്കെ രൂപീകരിച്ചു, എന്നിട്ട് എല്ലായിടത്തും പോയി സഞ്ചരിച്ചു, എന്നിട്ട് അവിടെ പോയി താമസിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്തു. ഇതാണ് നമ്മുടെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് നമ്മുടെ ആർട്ടിക്കിൾ 20ഉം 21ഉം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, അതാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളിക്ക് കിട്ടുന്ന കുറച്ച് സംരക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് ഓക്കെ, അതായത് കുറ്റം ആർക്കാണോ ആരോപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് കിട്ടുന്ന കുറച്ച് സംരക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് ആർട്ടിക്കിൾ 20ൽ പറയുന്നത്. ഓക്കെ, അപ്പൊ കുറ്റവാളികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ആണ് ഇത്, ആർട്ടിക്കിൾ 20. ഇനി എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്ന് ഓർത്തു വെച്ചേക്കുക. ഒന്ന്, നിലവിലുള്ള നിയമത്തെ അടിസ്ഥാനത്തിലായിരിക്കണം കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടത്. അതായത് ഇപ്പൊ നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടത്. അല്ലാതെ മുന്നേയുള്ള നിയമങ്ങൾ നോക്കിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാകാൻ പാടില്ല. അതായത് നിലവിലില്ലാത്ത നിയമത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു നിയമത്തിന്റെ മുകളിൽ ശിക്ഷിക്കാൻ പാടില്ല. നിലവിലുള്ള നിയമം എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കണം കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ വ്യക്തിനെ ഒന്നിലധികം തവണ എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല. ഒരു കുറ്റം ചെയ്ത ഒരു ശിക്ഷ മാത്രം. ഓക്കെ, അതായത് ഒരുപാട് തവണ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ ശിക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകാനായിട്ട് പ്രേരിപ്പിക്കാൻ പാടില്ല, അല്ലെ? അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകാൻ വേണ്ടിയിട്ട് അയാളെ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ എന്താണ്, കുറ്റവാളികളുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന ശിക്ഷകളല്ല, സംരക്ഷണങ്ങളാണ്. ഒന്ന് എന്താ പറഞ്ഞത്, നിലവിലുള്ള നിയമത്തിന്റെ മുകളിൽ മാത്രമേ അദ്ദേഹത്തിനല്ല കുറ്റവാളിയെ ശിക്ഷിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല. പിന്നെന്താ പറഞ്ഞത്, കുറ്റവാളി ആരാണോ അദ്ദേഹത്തിനെതിരായിട്ട് തെളിവുകൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ തെളിവുകൾ നൽകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ആർട്ടിക്കിൾ 20 പറയുന്നത്. ഇവിടെ നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 20 ഉൾപ്പെടാത്ത വസ്തുതയാണ് ചോദിച്ചിട്ടുള്ളത്. നിയമലംഘനത്തിനല്ലാതെ ഒരാളെയും ശിക്ഷിക്കരുത്, അത് അതിൽ പറയുന്നുണ്ട് അല്ലെ? നിയമലംഘനത്തിനല്ലാതെ ഒരാളെയും ശിക്ഷിക്കരുത്. നിയമ നടപടികളുടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. അടുത്തത് പറയുന്നത് നിയമത്തിൽ പറയുന്നതിനേക്കാൾ വലിയ ശിക്ഷ നൽകരുത്, അതും പറയുന്നുണ്ട് അല്ലെ? കാരണം എന്താണ്, നിലവിലുള്ള നിയമത്തിന്റെ മുകളിൽ മാത്രമേ ശിക്ഷ നൽകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു ശിക്ഷയ്ക്ക് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു നിയമലംഘനത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കരുത്, ഇതൊക്കെ ശരിയായിട്ടുള്ളതാണ്. ഈ ഒരു കാര്യം അവിടെ ഒന്നും പറയുന്നില്ല അല്ലെ? എന്താണ്, നിയമ നടപടികളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത് എന്ന് ആർട്ടിക്കിൾ 20 എവിടെയും പറയുന്നില്ല. ഓക്കെ, അപ്പൊ അത്രയാണ്. അതായത് കുറ്റവാളികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏതാ, ആർട്ടിക്കിൾ 20. ഇനി 21 എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 20. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ കൂടിയാണ് ഏത്, ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. അപ്പം ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21. അപ്പം മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 21. എന്താണ് പറയുന്നത്, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 21A ഏതാണ്, 21A വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ പറ്റിയാണ് പറയുന്നത് അല്ലെ? അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്, ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. എന്താണ് 21A, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്ന വകുപ്പാണ് ഏത്, ആർട്ടിക്കിൾ 21. ഇനി പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് പാസാക്കിയത്, 2009 ഓഗസ്റ്റ് 26. നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1. ഈ ഡേറ്റ് പഠിച്ചു വെച്ചേക്കണം. 2010 ഏപ്രിൽ 1 എന്ത് വരുന്നത്, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്ന ഭേദഗതി ചോദിച്ചാൽ അതേതാണ്, 86-ാം ഭേദഗതിയാണ്. ഓക്കെ, 86-ാം ഭേദഗതിയാണ്. ആർട്ടിക്കിൾ ചോദിച്ചാൽ 21A. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 22 എന്തിനെ കുറിച്ച് പറയുന്നത്, അന്യായമായിട്ട് തടങ്കലിൽ വെക്കുന്നതിന് എതിരെയുള്ള അവകാശമാണ്. അതായത് അന്യായമായ അറസ്റ്റിലും അതുപോലെ തന്നെ തടങ്കലിൽ വെക്കുന്നതിനും എതിരെയുള്ള അവകാശമാണ് ഇതിൽ പറയുന്നത്, ആർട്ടിക്കിൾ 22 പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് 23ഉം 24 ഈ 23ഉം 24ഉം എന്താണ്, ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളാണ്. ആർട്ടിക്കിൾ 23ഉം 24ഉം ഈ 2 ആർട്ടിക്കിൾ ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്, ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നത്. അതിൽ 23 അടിമത്തമാണെങ്കിൽ 24 എന്താണ്, ബാലവേലയാണ്. ഓക്കെ, അപ്പൊ അടിമപ്പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എവിടെയാണ്, ആർട്ടിക്കിൾ 23-ലാണ്. ബാലവേല 24 ഓക്കെ, 24-ലാണ് ബാലവേല. ബാലവേല എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ്, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും എന്താ പറയാ അപകട സാഹചര്യങ്ങളിൽ പണിയെടുപ്പിച്ചു കഴിഞ്ഞാൽ അത് എന്തിന്റെ പരിധിയിൽ വരുന്നതാണ്, ബാലവേലയുടെ പരിധിയിൽ വരുന്നതാണ്. അവിടെ 18 വയസ്സ് എന്നൊക്കെ കാണും, പക്ഷെ എന്താണ്, 14 വയസ്സാണ്. അപ്പൊ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും അപകടം പിടിച്ച സ്ഥലങ്ങളിൽ വെച്ചിട്ട് അവരെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ബാലവേലയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ബാലവേല വിരുദ്ധ ദിനം എന്നാണ്, ജൂൺ 12 അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം 23ഉം 24ഉം ആണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നത്. 23 ആണെങ്കിൽ അടിമത്തമാണ്, 24 ആണെങ്കിൽ എന്താ, ബാലവേലയാണ്. ക്ലിയർ അല്ലേ? ദെൻ ലാസ്റ്റ് ഭാഗത്തിലോട്ട് പോകാം. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇവിടെ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മതസ്വാതന്ത്ര്യം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ 4 ആർട്ടിക്കിളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പം 25, 26, 27, 28 ഇതൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നത്. അതിൽ 25 എന്ന് പറയുന്നത്
നമുക്ക് ഏത് മതത്തിലും വിശ്വസിക്കുന്നതും അത് ആചരിക്കാനുമുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ന മതം എന്ന് പറയുന്നില്ല. അവിടെ എല്ലാ മതങ്ങൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്? തുല്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റേതായിട്ടുള്ള ഒരു മതം എവിടെയും ഇല്ല പറയുന്നില്ല. എന്നാൽ എല്ലാ ആളുകൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട മതങ്ങളിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്വതന്ത്രമായിട്ട് നമുക്ക് ഏത് മതത്തിൽ ആചരിക്കാനും അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കാനുള്ള അവകാശമാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 25 പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശമാണ് ഏതിൽ പറയുന്നത്? 26 പറയുന്നത്. എന്നാൽ ഒരു വ്യക്തിയും മതത്തിന്റെ പേരിൽ ഒരു നികുതിയും അടയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് അടയ്ക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഏതിലാണ്? 27 ഓക്കെ, ഇനി ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ പാടില്ല എന്ന് പറയുന്നത് ഏതിലാണ്? 28 അപ്പൊ ഇതാ ഒരു ഓർഡറിൽ അങ്ങ് പഠിക്കുക. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ 25 മുതൽ 28 വരെയാണ് അല്ലെ. 25, 26, 27, 28 ഈ 4 അതിൽ ആദ്യം പറയുന്നത് എന്താണ്? നമുക്ക് ആദ്യമേ മതത്തിൽ വിശ്വസിക്കാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് 25 പറയുന്നത്. 26 ആണെങ്കിലോ മതങ്ങളിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള അവകാശത്തെ പറ്റി പറയുന്നു. ഇനി അതിന്റെ പേരിൽ ആരും ഒരു നികുതി ഒന്നും അടയ്ക്കേണ്ട എന്ന് പറയുന്നത് 26 അല്ലെ, സോറി 27 28 ആണെങ്കിൽ ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആലോചിക്കുക. അതായത് ഗവൺമെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ മതപരമായിട്ടുള്ള ഒരു ആചാരവും നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 28 ക്ലിയർ അല്ലേ? 25 മുതൽ 28 വരെ ഓർത്തു വെക്കാം. ഇനി അടുത്ത 2 കൂടി പഠിക്കാനുണ്ട്. നമ്മുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമാണ്. അത് നമ്മുടെ 29, 30 പറയുന്നത്. 2 ആർട്ടിക്കിളാണ് അതിൽ വരുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളിൽ അവിടെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നതോ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശത്തെ പറ്റി പറയുന്നത് 30 അപ്പൊ ന്യൂനപക്ഷ വിഭാഗക്കാരുടെ സംരക്ഷണം 29 അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം 30 ആ 29, 30 അവിടെ ഓർത്തു വെക്കാം. ദെൻ ഒരു ആർട്ടിക്കിളും കൂടി ഉണ്ട്, നമ്മുടെ റിട്ടുകളെ പറ്റി പറയുന്നതാണ്. ആർട്ടിക്കിൾ 32 നമുക്കറിയാം. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ റിട്ടുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു വകുപ്പും കൂടിയാണ് ഇത് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഓക്കെ, 32 എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചതും ഏതിനെയാണ്? ഈ പറഞ്ഞ 32 മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് എടുത്തു പറയുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ് ഏത്? ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അപ്പൊ മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 32. ക്ലിയർ അല്ലേ? അപ്പൊ ഭരണഘടനയുടെ അടിത്തറ എന്നറിയപ്പെടുന്നതാണെങ്കിൽ അത് ഏതാണ്? മൗലിക അവകാശമാണ്. എന്നാൽ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് പറയുന്നത് റിട്ടുകളെ കുറിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എത്ര തരം റിട്ടുകളാണ് നമുക്കുള്ളത്? എത്ര തരമാണ്? 5 തരത്തിലുള്ള 5 തരത്തിലുള്ള റിട്ടുകളാണുള്ളത്. ഈ റിട്ട് ആരാണ് പുറപ്പെടുവിക്കുക? റിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ്. ഓക്കെ, അപ്പൊ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. മറ്റുള്ള കീഴ്ക്കോടതികൾക്കോ മുനിസിപ്പൽ കോടതികൾക്കോ ഒന്നും ഈ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമില്ല. ആർക്ക് മാത്രമേ ഉള്ളൂ? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും. ഓർത്തു വെച്ചേക്കണം, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സുപ്രീം കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 32 പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി ആണെങ്കിൽ 226 ഓക്കെ 226 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32, 226 ആരുടേതാണ്? ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 5 റിട്ടുകളെ ഒന്ന് സ്പീഡിൽ ഒന്നും പറഞ്ഞു പോവാം. അതിലെ ഫസ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒരുപാട് തവണ ചോദിച്ചതുമായിട്ടുള്ള ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹേബിയസ് കോർപ്പസ് നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 1215 മാഗ്ന കാർട്ടയിൽ ആദ്യമായിട്ട് പരാമർശിച്ചിട്ട ഒരു റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതായത് വ്യക്തിയെ അല്ലെങ്കിൽ ശരീരത്തെ ഹാജരാക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നൊക്കെ പറയുന്ന റിട്ടാണ് ഏത്?
ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് അന്യായമായിട്ട് ആരെങ്കിലും തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ മോചിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അയാളെ കോടതിക്ക് മുന്നാകെ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ശരീരം ഹാജരാക്കുക അല്ലെ, ശരീരം ഹാജരാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഏറ്റെടുക്കാം എന്നൊക്കെ പറയുന്നത് ഏതാണ് ഹേബിയസ് കോർപ്പസ് ആണെന്ന് പറയുന്നത്. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഏത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. എന്നാൽ അടുത്തൊരു റിട്ടാണ് മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് നാം കൽപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അതായത് ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട കർത്തവ്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ഔദ്യോഗിക പദവി ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് മാൻഡമസ് എന്ന് പറയുന്നത് അല്ലെ. ഞാൻ കൽപ്പിക്കുന്നു പോയി പണിയെടുക്കുക എന്ന് പറയുന്ന റിട്ടാന്ന് ആലോചിച്ചാൽ മതി. അതായത് ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി, ആ ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അയാളുടെ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കോടതിക്ക് ഏത് റിട്ട് പുറപ്പെടുവിക്കാം മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാം. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താ നാം കൽപ്പിക്കുന്നു അല്ലെ, ഞാൻ കൽപ്പിക്കാണ് പോയി പണിയെടുക്കുക എന്ന് ആ രീതിയിൽ ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ. എന്നാൽ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിട്ട് എവിടെ ഒന്നും പ്രയോഗിക്കാൻ പാടില്ല, സ്വകാര്യ വ്യക്തിക്കോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ എതിരെയൊന്നും ഈ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല അല്ലെ. ഒരു പ്രൈവറ്റ് സ്ഥാപനം നടത്തുന്ന ഒരാൾക്കെതിരെ അയാൾ പണിയെടുക്കുന്നില്ലെങ്കിൽ അയാൾക്കെതിരായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഇതെന്താണ് ഒരു പൊതു സ്ഥാപനങ്ങളിലെ, അതായത് നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുള്ള ആളുകൾ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ലെങ്കിൽ ഏത് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും. ആ ഒരു കാര്യം അവിടെ ഓർത്തു വെക്കാം. ഇനി അടുത്തതാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, പ്രൊഹിബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ തടയുക. അതായത് ഒരു കേസ് ഏതെങ്കിലും കാര്യം മേൽക്കോടതി കീഴ്ക്കോടതിക്ക് എതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. അതായത് അവരുടെ അധികാര പരിധി എന്തെങ്കിലും കീഴ്ക്കോടതി എന്ത് ചെയ്യുക, അതിന്റെ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ തടഞ്ഞുകൊണ്ട് കോടതിക്ക് പ്രൊഹിബിഷൻ പുറപ്പെടുവിക്കാവുന്നതാണ്. അതായത് ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ മേൽക്കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. അതിന്റെ അർത്ഥം എന്താണ്, തടയുക. തടയുക എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ് പ്രൊഹിബിഷൻ. എന്നാൽ അടുത്തതാണ് സെർഷ്യോററി. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിനെയാണ് എന്തെന്ന് പറയുന്നത് സെർഷ്യോററി റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഒരു കേസ് ഏതെങ്കിലും തരത്തില് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള വിധി കിട്ടിയില്ലെങ്കിൽ ആ കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണ്, അതാണ് സെർഷ്യോററി. സാക്ഷ്യപ്പെടുത്തുക അർത്ഥം വരുന്ന ഒരു റിട്ടാണ് ഏതാ സെർഷ്യോററി എന്ന് പറയുന്നത്. എന്നാൽ എന്ത് അധികാരം എന്ന അർത്ഥം വരുന്ന മറ്റൊരു റിട്ട് ഉണ്ട്, അതാണ് ഏത് കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പം എന്ത് അധികാരം എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഏത് കോ വാറന്റോ. അതായത് ഒരാള് അയാളുടെ എന്താ പറയാ അയാളുടെ സ്ഥാനത്തല്ലാതിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരിക്കാൻ അർഹതയല്ലാത്ത ഒരാൾ ആ ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ അയാളെ അവിടെ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് കോ വാറന്റോ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ് കോ വാറന്റോ. കോ വാറന്റോ എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് അധികാരം അല്ലെ, എന്ത് അധികാരത്തിലാണ് ആ സ്ഥാനത്തിരിക്കുന്നത് എന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ച് ആലോചിച്ചാൽ മതി. അപ്പം എന്ത് അധികാരം എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ് കോ വാറന്റോ. ഇതും എവിടെ പ്രയോഗിക്കാൻ പാടില്ല, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പ്രയോഗിക്കാൻ പാടില്ല. ഇത് എവിടെയാണ് പൊതുസ്ഥാപനം അല്ലെ, പൊതുസ്ഥാപനങ്ങൾക്കെതിരെ മാത്രമേ ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാൻ പാടുള്ളൂ. ആ ഒരു കാര്യം കൂടി അവിടെ ഓർത്തു വെക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും 5 റിട്ടുകൾ മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? അപ്പൊ മൗലിക കടമകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൗലിക കടമകൾ എത്രണ്ണം ഉണ്ട്, 11. മൗലിക അവകാശമാണെങ്കിലോ 6, മൗലിക സ്വാതന്ത്ര്യമാണെങ്കിലോ 6. ഇനി നമുക്ക് നോക്കാം, മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയാക്കിയതാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൗലിക കടമകൾ എവിടെന്നാ കടമെടുത്തത്, റഷ്യയിൽ നിന്ന്, അഥവാ സോവിയറ്റ് യൂണിയനെയാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് കടമെടുത്തതാണ്. ഇത് ശരിയായിട്ടുള്ളതാണ്. ഇവിടെ ചോദിച്ചത് ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലാക്കണം. എന്താണ്, തെറ്റായ വസ്തുതകളാണ് കേട്ടോ. അപ്പൊ അവിടെ അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഇത് ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 10 അല്ല 11 മൗലിക കടമകളാണുള്ളത് അല്ലെ. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മൗലിക കടമകളിൽ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ വേതനം ഉറപ്പുവരുത്തുക.
അതെവിടെ പറയുന്നില്ല, അതൊരു മൗലിക കടമകളല്ല. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മൗലിക കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പൗരനും നമുക്ക് കിട്ടേണ്ട മൗലിക അവകാശങ്ങളെ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട്. നമ്മുടെ രാജ്യത്തോട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഉത്തരവാദിത്തപ്പെട്ട കടമകളുണ്ട്. അതാണ് മൗലിക കടമകളിൽ വരുന്നത്. അതിൽ എന്ത് വരില്ല, തുല്യ ജോലിക്ക് പുരുഷനും സ്ത്രീക്കും തുല്യ വേതനം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതൊക്കെ ഒരു മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. ഇത് ഒരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഇതുമായി ബന്ധപ്പെട്ട്. മൗലിക കടമകൾ ആർട്ടിക്കിൾ 51 എയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതെന്താ ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ തെറ്റായതല്ലേ ചോദിച്ചത്. 2, 3 ആണ് ആൻസർ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. മൗലിക കടമകൾ അല്ലെ, മൗലിക കടമകൾ എവിടെയാണ് വരുന്നത്, ഏത് ഭാഗത്താണ്, ഭരണഘടനയുടെ ഭാഗം 4A-യിലാണ്. ഓക്കെ, ഇതിനാണ് ഭരണഘടനയുടെ ഭാഗം 4A-യിലാണ് കേട്ടോ. എ മറക്കാൻ പാടില്ല. 4A-യിലാണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A-യിലാണ് മൗലിക കടമകളെ കുറിച്ചിട്ട് പറയുന്നത്. അതായത് പൗരന്മാരെ സ്വന്തം അവകാശങ്ങൾക്കൊപ്പം അവർക്കുണ്ടായിരിക്കേണ്ട കടമകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മൗലിക കടമകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അപ്പൊ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ മേലാണ് ഈ ഒരു മൗലിക കടമകൾ എന്ന് പറയുന്ന കാര്യം ഇവിടേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 42-ാം ഭേദഗതിയിലൂടെയാണ്. അപ്പൊ 42-ാം ഭേദഗതിയിലാണ് ഏത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതല്ല ട്ടോ, ഇതിൽ കണക്ട് ചെയ്ത് വന്നതാണ്. 42-ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകള് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ഏതാണ് വർഷം 42-ാം ഭേദഗതി? 1976-ലാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കുക. ഇനി മൗലിക കടമകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ രാജ്യത്തോട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അതായത് നമ്മുടെ ഭരണഘടനയെ അനുസരിക്കുക, അതിന്റെ ആദർശങ്ങളെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗീതത്തെയും ഒക്കെ എന്ത് ചെയ്യുക, ആദരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള മഹാന്മാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അയാളുടെ പാത പിന്തുടരുക, അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുക, അതിനെ പിന്തുടരുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൗലിക കടമകളിലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക, അത് സംരക്ഷിക്കുക, അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തോട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് മൗലിക കടമകളിൽ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒന്നും കൂടി ഉണ്ട്. അതാണ് 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത്. അതാണ് ഏതിൽ വരുന്നത്, നമ്മുടെ 11-ാമത്തെ മൗലിക കടമകളായിട്ട് വരുന്നത്. ആദ്യം 10 ആയിരുന്നു, പിന്നീട് ഒന്നുകൂടി കൂട്ടിച്ചേർത്തു. അതാണ് ഏത്, 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. ഓക്കെ, അതാണ് ഏതിൽ പറയുന്നത്. 21A-ലാണെങ്കിൽ എന്തായിരുന്നു, അവർക്ക് സൗജന്യമായുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുന്നതാണ് ആ ഒരു ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ മൗലിക കടമ, നമ്മുടെ കടമയാണ് എന്ത്, 6-നും 14-നും വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അല്ലെ. ഓരോ രക്ഷിതാക്കളും അവർക്കുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് എന്താണ്, നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതാണ് ഇതിൽ പറയുന്നത് മൗലിക കടമയിൽ ലാസ്റ്റ് പറയുന്ന മൗലിക അല്ലെങ്കിൽ 11-ാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കാം. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പാർലമെന്റില് രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയില് ശരിയായ വിവരങ്ങൾ ഏത്? ഓക്കെ, അപ്പൊ ഇവിടെ ശരിയായ വിവരങ്ങളാണ് ചോദിക്കുന്നത്. എന്താ പറയുന്നത്, നമ്മുടെ രാജ്യസഭ ലോകസഭയെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. രാജ്യസഭ ലോകസഭയുടെ സംയുക്ത സമ്മേളനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കണം, സംയുക്ത സമ്മേളനം എപ്പോഴാണ് വിളിച്ചു ചേർക്കാറുള്ളത്, എപ്പോഴാണ്. അതായത് ഇപ്പൊ ഒരു ബില്ല് നിയമമാവണമെങ്കിൽ എങ്ങോട്ടേക്ക് പോകണം, അത് ഒന്നെങ്കിൽ രാജ്യസഭയിലോട്ട് പോകും അല്ലെങ്കിൽ ലോകസഭയിലോട്ട് പോകും. ഇപ്പം രാജ്യസഭയിലോട്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് എങ്ങോട്ടേക്ക് പോകണം, ലോകസഭയിലേക്ക് പോകണം അല്ലെ. ലോകസഭയുടെ അംഗീകാരത്തിനായിട്ട് ലോകസഭയിലോട്ട് പോകും. എന്നിട്ടാണ് എങ്ങോട്ടേക്ക് പോകുന്നത്, രാഷ്ട്രപതിയുടെ കയ്യിലോട്ടേക്ക് എത്തുന്നത് അല്ലെ. രാഷ്ട്രപതിയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, അത് സൈൻ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും അതെന്ത് ചെയ്യാം, തിരിച്ചയക്കാം. അതൊക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യസഭ കഴിഞ്ഞ് ലോകസഭയിലേക്ക് കയറി പിന്നീട് രാഷ്ട്രപതിയുടെ കയ്യിലെത്തി പിന്നീടാണ് നിയമം ഒരു ബില്ല് എന്തായി മാറുന്നത്, നിയമമായിട്ട് മാറുന്നത്. എന്നാൽ ചില കേസിൽ ഏതെങ്കിലും ബില്ലിന്മേല് തർക്കം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക, ലോകസഭയും രാജ്യസഭയും തമ്മിൽ തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബില്ലിന്മേല് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും. നമ്മുടെ രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുക, സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാറുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത്. അത് വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. അതിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്, ലോകസഭ സ്പീക്കർ ആയിരിക്കും. അത്രയും കാര്യം അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി നമുക്ക് ഓരോ പ്രസ്താവനയിലോട്ട് പോകാം. ഫസ്റ്റ് പ്രസ്താവന പറയുന്നു,
പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രധാനമന്ത്രിയല്ല, ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. നമുക്കറിയാം സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കർ ആയിരിക്കും. ഇനി പാർലമെന്റ്, ഇത് തെറ്റാണ്. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിലൂടെ പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിലൂടെയാണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1961 സ്ത്രീധന നിരോധന നിയമം വരുന്നത്. ആ ഒരു നിയമം വരാൻ കാരണമായിട്ടുള്ളത് ഈ പറഞ്ഞ സംയുക്ത സമ്മേളനമാണ്. ഈ ഒരു സംയുക്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവരുന്നത്. വർഷം ഏതാണ്? 1961. അപ്പൊ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തില് ബില്ല് പാസ്സാവാന് പ്രത്യേക ഭൂരിപക്ഷം വേണ്ട. ഓക്കെ, അതും കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഒരു സംയുക്ത സമ്മേളനത്തിൽ ഒരു ബില്ല് എത്തിയിട്ടുണ്ടെങ്കിൽ അത് പാസ്സാവണമെങ്കിൽ അവിടെ സിമ്പിൾ മെജോറിറ്റി മതി കേട്ടോ. ഒരു കേവല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അത് പാസ്സാക്കാനായിട്ട് പറ്റും. എന്ത് വേണ്ട? ഒരു പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യം വേണ്ട അല്ലെ. ഇത് അത് തന്നെയാണ് പറയുന്നത്. ഇതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത് നോക്കാം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ശരിയാണ് അല്ലെ, ലോക്സഭാ സ്പീക്കറാണ് അധ്യക്ഷ സ്ഥാനത്ത് വഹിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ശരിയായിട്ടുള്ള വിവരങ്ങളാണ്. അപ്പൊ 2, 3, 4 എന്താ? ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ട്. ലോകസഭയെ കുറിച്ചിട്ടും രാജ്യസഭയെ കുറിച്ചിട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ലോകസഭ, രാജ്യസഭ, അതുപോലെ തന്നെ പ്രസിഡന്റ്. ഇതിനെ കുറിച്ചിട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. വളരെ ഇപ്പം കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോർ ഏരിയ ആണ് ഈ പറഞ്ഞ ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ലോകസഭയെ കുറിച്ചിട്ട് നോക്കാം. അപ്പൊ ലോകസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്, രാഷ്ട്രപതി ഉണ്ട് അല്ലെ. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ പാർലമെന്റ് ആവുന്നത്. ഈ ലോകസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ഏതെന്ന് പറയുന്നത്? ലോകസഭ എന്ന് പറയുന്നത്. ഓക്കെ, ഉപരിമണ്ഡലം അല്ലെങ്കിൽ ഉപരിസഭ എന്ന് പറയുന്നത് രാജ്യസഭയാണ്. എന്നാൽ അധോ മണ്ഡലം, പാർലമെന്റിന്റെ അധോ മണ്ഡലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോകസഭയാണ്. അധോ മണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? ലോകസഭയാണ്. ഇനി ഇവിടേക്ക് ആളുകൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ്? അതായത് ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങളാണ് അല്ലെ. ജനങ്ങൾ നേരിട്ടിട്ടാണ് ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ജനങ്ങൾ നേരിട്ടിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. ഇനി ലോകസഭാ അംഗമാവാൻ വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കുകയാണെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയാവണം? എത്ര വയസ്സ് വേണം? 25 വയസ്സാണ്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. അപ്പം ഓർത്തു വെച്ചേക്കണം, എത്ര വയസ്സാണ്? 25 വയസ്സ്. 25 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. ഇനി ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 5 വർഷമാണ് അല്ലെ. നമുക്കറിയുന്നതാണ് 5 വർഷമാണ് ഒരു ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത്. അവിടെ മാക്സിമം അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 550 പേരാണ്. അപ്പൊ മാക്സിമം അംഗങ്ങൾ എന്ന് പറയുന്നത് 550 പേരാണ്. ഇനി ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ലോകസഭയുടെ അധ്യക്ഷൻ ആരായിരിക്കും? സ്പീക്കർ ആണ് അല്ലെ. ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കർ ആണ്. ഇനി ചില നമ്മൾ പറയില്ലേ, ഏതെങ്കിലും ഒരു ബില്ല് ചിലപ്പോൾ രാജ്യസഭയിലോട്ട് പോകും, എന്നിട്ടായിരിക്കും ലോകസഭയിലോട്ട് പോവുക, എന്നിട്ടായിരിക്കും പ്രസിഡന്റിന്റെ കയ്യിൽ എത്തുക. അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങോട്ട് പോകും? നേരെ ലോകസഭയിലോട്ട് പോകും. എന്നാൽ ചില ബില്ലുകൾ അത് എവിടെ ആദ്യം എത്താൻ പാടുള്ളൂ? ലോകസഭയിലേ എത്താൻ പാടുള്ളൂ. അങ്ങനെയുള്ള ബില്ലാണ് ഏതെന്ന് പറയുന്നത്? ധനപരമായിട്ടുള്ള ബില്ല് അഥവാ ധനബില്ലുകൾ. ഓക്കെ, ധനബില്ലുകളും അതുപോലെ തന്നെ വേറെ ഒന്നാണ് അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ നേരിട്ടിട്ട് എവിടേക്ക് എത്താൻ പാടുള്ളൂ? ലോകസഭയിലാണ് ആദ്യം എത്താൻ പാടുള്ളൂ. എന്നിട്ടേ എങ്ങോട്ട് പോകാൻ പാടുള്ളൂ? രാജ്യസഭയിലോട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ധനബില്ലാണെങ്കിലും അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ബില്ലാണെങ്കിലും അത് ആദ്യം എവിടേക്കാണ് എത്തേണ്ടത്? ലോകസഭയിലോട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. ലോകസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അധോ മണ്ഡലമാണ്. ഇനി ലോകസഭയിലേക്ക് ആളുകളെ അല്ലെങ്കിൽ ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടിട്ടാണ്. അതുപോലെ തന്നെ ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 5 വർഷമാണ്. ഒരു ലോകസഭാ അംഗമാകാൻ വേണ്ടിയിട്ട് മത്സരിക്കാനുള്ള പ്രായം എത്ര വയസ്സാണ്? 25 വയസ്സാണ്. അതുപോലെ തന്നെ മാക്സിമം ലോകസഭാ അംഗങ്ങളുടെ മാക്സിമം എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 550 ആണ്. 550 പേരാണ് മാക്സിമം അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു മണി ബില്ല് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലേ ഏതാണ്? ധനബില്ല്, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആദ്യം എവിടെയാണ് എത്തേണ്ടത്? ലോകസഭയിലാണ്. ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? സ്പീക്കർ ആയിരിക്കും. അത്രയും കാര്യം ഓർത്തു വെക്കാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് രാജ്യസഭയാണ്. രാജ്യസഭ എന്ന് പറഞ്ഞാൽ എന്താ? പാർലമെന്റിന്റെ ഉപരിസഭയാണ് ഇതെന്ന് പറയുന്നത് രാജ്യസഭ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്?
ഇവിടെ എങ്ങനെയാണ്, അതായത് നമ്മൾ ഓൾറെഡി തെരഞ്ഞെടുത്ത MLA മാരുണ്ടല്ലോ, അവരാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഓൾറെഡി തെരഞ്ഞെടുത്ത അംഗങ്ങളെയാണ് എവിടേക്ക് തെരഞ്ഞെടുക്കുന്നത്, രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ എത്രയാണ് രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുന്നത്? അപ്പൊ ഒന്ന് ഓർത്തു വെച്ചേക്ക, രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. ഇതെന്താണ്, ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാലാണ് അത് 6 വർഷം എന്ന് പറയുന്നത്. എന്നാൽ രാജ്യസഭയിലെ 1/3 അംഗങ്ങള് ഓരോ 2 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യണം, വിരമിക്കണം. എന്നിട്ട് ആ ഒരു ഒഴിവിലേക്കായിരിക്കും ഇലക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കണം. അതായത് രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം എന്ന് പറയുന്നത്. അതും എങ്ങനെയാണ്, ഓരോ 2 വർഷം കൂടുമ്പോഴും അവിടുന്ന് ആളുകൾ അല്ലെ, ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ആളുകൾ അവിടുന്ന് വിരമിക്കുകയും ആ ഒരു ഒഴിവിലേക്ക് ഇലക്ഷൻ നടത്തുകയാണ് ചെയ്യാറുള്ളത്. ഇനി രാജ്യസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ എത്ര വയസ്സ് പ്രായമാവണം, അല്ലെങ്കിൽ എത്ര വയസ്സ് കഴിഞ്ഞാലേ നമുക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ? അതൊന്ന് ഓർത്തു വെച്ചേക്കാം, 30 വയസ്സാണ്. 30 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എന്തിലേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ, രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കുക. ഇനി രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ ആണെങ്കിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ് കേട്ടോ. പ്രസിഡന്റ് അല്ല, രാഷ്ട്രപതി അല്ല, വൈസ് പ്രസിഡന്റ് അഥവാ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കണം. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് നമ്മളെ പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി, അവരെ കുറിച്ചിട്ടാണ്. അപ്പം ഇവരൊക്കെ ഏതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? പ്രസിഡന്റ് ആണെങ്കിലും പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ് അല്ലെ. നമുക്കറിയാം, നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് 3 വിഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് നിയമം നിർമ്മിക്കുന്നുണ്ട്, ആ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് കാര്യനിർവഹണ വിഭാഗം. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ചോദിക്കാനാണ് ഏത്, നീതിന്യായ വിഭാഗം. ഇങ്ങനെ 3 ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ രാജ്യം സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അല്ലെ. അതായത് ഒരു ഭാഗത്ത് നിയമം നിർമ്മിക്കുന്നു, അതായത് നിയമനിർമ്മാണം, ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നു കാര്യനിർവഹണ വിഭാഗം, അതിനെ ചോദ്യം ചെയ്യാൻ ആര് വരുന്നു, നീതിന്യായ വിഭാഗം. ഈ 3 ഘടകങ്ങളാണ് കൂടി ചേർന്ന് നിൽക്കുന്നത്. ഇനി നമ്മുടെ രാഷ്ട്രപതി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി, ഇവരൊക്കെ എന്തിന്റെ ഭാഗമാണ്? കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, രാഷ്ട്രപതിയെ കുറിച്ചിട്ട് നോക്കാം. ഇപ്പൊ രാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് അല്ലെ. എന്നാൽ ഭരണത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. മാറിപ്പോകരുത്, കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ആര്? രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ, രാഷ്ട്രപതിക്ക് എന്താണ്, ഒരു നാമമാത്രമായിട്ടുള്ള അധികാരം മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ആര്? രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇനി അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. അപ്പൊ എത്ര വയസ്സ് പൂർത്തിയാകണം? എത്ര വയസ്സാണ്? 35 അല്ലെ, രാഷ്ട്രപതി അല്ലെ, അപ്പൊ കുറച്ചുകൂടി പ്രായം ഉണ്ടാവണം. അപ്പൊ 35 വയസ്സ് കഴിയണം. അപ്പൊ 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാവുന്നതാണ്. ലോകസഭാംഗമാവണമെങ്കിലോ എത്രയായിരുന്നു? 25 വയസ്സാണ് അല്ലെ. രാജ്യസഭാംഗമാവണമെങ്കിൽ 30 വയസ്സാണ്. രാഷ്ട്രപതി ആവണമെങ്കിൽ 35 വയസ്സാവണം. ഓക്കെ, അതുപോലെ തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ രാഷ്ട്രപതിയുടെ ഇലക്ഷൻ എങ്ങനെയാണ്? ഇലക്ട്രൽ കോളേജ് ആണ് നടത്തുന്നത് അല്ലെ. അവിടെ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും? നമ്മുടെ നമ്മളെ പറഞ്ഞ പോലെ ലോകസഭയിലെയും രാജ്യസഭയിലും ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഇവരെല്ലാരും കൂടി ചേർന്നിട്ടാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അതായത് എല്ലായിടത്തു നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഇപ്പൊ ലോകസഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും പിന്നെ നമ്മുടെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ നിന്നൊക്കെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അത്രയും കാര്യം അവിടെ എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നതും എത്ര തന്നെയാണ്? 5 വർഷം തന്നെയാണ്. ഇനി രാഷ്ട്രപതിയുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി? ഒരു നാമമാത്രമായിട്ടുള്ള അധികാരമാണ് നമ്മുടെ രാഷ്ട്രപതിക്ക് ഉള്ളത് അല്ലെ. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിനെയും മന്ത്രിസഭയിലും ഒക്കെ എന്താ പറയാ നിയമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പല എന്താ പറയാ നിയമനങ്ങളൊക്കെ നടത്തുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില ആർട്ടിക്കിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 52, ആർട്ടിക്കിൾ ഏതാണ്? 52, അതിലാണ് രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52ലാണ് രാഷ്ട്രപതിയുടെ ഇലക്ഷൻ ആണെങ്കിൽ 54 ആണ്. അതുപോലെ തന്നെ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചോദിച്ചിട്ടുണ്ട് 60ലാണ് കേട്ടോ. അപ്പൊ 60ലാണ് ആർട്ടിക്കിൾ 60. ഓക്കെ, ആർട്ടിക്കിൾ 60ലാണ് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത്. ഇംപീച്ച്മെന്റ് അല്ലെ, രാഷ്ട്രപതി ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന പരിപാടി, അതാണ് ഇംപീച്ച്മെന്റ്. അതേതിലാണ്?
61 അല്ലെ, സത്യപ്രതിജ്ഞ ചെയ്തു അപ്പൊ തന്നെ ഇംപീച്ച്മെന്റ് ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. 60, 61. 60 ആണെങ്കിൽ എന്താ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ, 61 ആണെങ്കിൽ എന്താ ഇംപീച്ച്മെന്റ്. ഇനി രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 1, 2, 3 അല്ലെ. 1, 2, 3 ഓടിക്കോ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ 123 അഥവാ 1, 2, 3 ആർട്ടിക്കിൾ 1, 2, 3 ഓർഡിനൻസിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് വൈസ് പ്രസിഡന്റ് അഥവാ ഉപരാഷ്ട്രപതി, അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 63 കേട്ടോ. അപ്പം 52 രാഷ്ട്രപതി ആണെങ്കിൽ 63 വൈസ് പ്രസിഡന്റ്. 52 രാഷ്ട്രപതി, 63 വൈസ് പ്രസിഡന്റ്. തെറ്റിപ്പോകില്ലല്ലോ. 52 എന്താണ്? രാഷ്ട്രപതി, രാഷ്ട്രപതിയുടെ ഇലക്ഷൻ ആണെങ്കിൽ 54. പിന്നെ ഓർത്തിരിക്കേണ്ടത് 50 അല്ല 60. 60 ആണെങ്കിൽ സത്യപ്രതിജ്ഞ, 61 ആണെങ്കിൽ ഇംപീച്ച്മെന്റ്, 123 അഥവാ 1, 2, 3 ആണെങ്കിൽ ഓർഡിനൻസ്, 63 വൈസ് പ്രസിഡന്റ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ആർട്ടിക്കിൾ 75 ആരെ കുറിച്ച് പറയുന്നത്? പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നത്. ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 75. 75 പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അതായത് ലോകസഭയില് ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും നേതാവാണ് ആര്? നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനമന്ത്രി അത്രയും കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. ഇനി വളരെ കുറച്ച് ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് താഴെ പറയുന്നവയില് തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? ഓക്കെ, തെറ്റായ വസ്തുതയാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റാണല്ലേ, ഒരുവിധമൊക്കെ തെറ്റാണ് ചോദിക്കുന്നത്. നോക്കാം. ലോകസഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റിയത് 42 ഭേദഗതിയിലൂടെയാണ്. ഇത് തെറ്റാണ് കേട്ടോ. 42 ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ലോകസഭയുടെ കാലാവധി എന്ത് ചെയ്തു? 5 നിന്ന് 6 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് 44 ഭേദഗതിയിലൂടെ ഇങ്ങോട്ട് തിരിച്ചാക്കി മാറ്റി. അതായത് 6 നിന്ന് വീണ്ടും എന്താക്കി മാറ്റി? 5 ആക്കി മാറ്റി. ഇപ്പൊ നിലവില് ലോകസഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് അല്ലെ. എന്നാൽ 42 ഭേദഗതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 5 വർഷം എന്നുള്ളത് 6 വർഷമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ട് കഴിഞ്ഞിട്ട് 44 ഭേദഗതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 44 ഭേദഗതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ 6 ഉള്ളത് 5 ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓർത്തു വെക്കുക. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഇനി 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശ മൗലിക അവകാശം അല്ലാതായി തീർന്നത് അല്ലെ. ഇത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം 7 മൗലിക അവകാശം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1 അല്ലെ, അതായത് നമ്മുടെ സ്വത്തവകാശ മൗലിക അവകാശം അല്ലാതാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് എന്തായിരുന്നു? ഒരു നിയമ അവകാശമാക്കിയിട്ട് മാറ്റുകയായിരുന്നു. അപ്പം അതെന്താണ്? ഏത് ഭേദഗതിയിലൂടെയാണ്? 44 ഭേദഗതിയിലൂടെയാണ് കേട്ടോ. അപ്പൊ 44 ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശം അല്ലാതാക്കി മാറ്റിയത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇനി 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മൗലിക കടമകൾ. 11 മൗലിക കടമകളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏതിലാണ്? 42 ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് ശരിയായിട്ടുള്ളതാണ്. അടുത്തത് പറയുന്നത് 42 ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു അല്ലെ. ശരിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് ഏതാ? 42 ഭരണഘടനാ ഭേദഗതി. ഒരുപാട് കാര്യങ്ങൾ അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 42 ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ചോദിച്ചത് തെറ്റായതാണ് അല്ലെ. തെറ്റായതെന്ന് പറയുമ്പോൾ ഏത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ഭേദഗതികളെ കുറിച്ചിട്ട് പഠിക്കണം. ഓക്കെ, അപ്പം ഭേദഗതി എന്താണെന്നും നമുക്ക് പഠിക്കേണ്ട എത്രത്തോളം ഭേദഗതികൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കാം. അപ്പൊ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭേദഗതി, അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാറ്റം വരുത്തുകയാണ് അല്ലെ. അതായത് ഭരണഘടനയിൽ നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യം കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കുക, ഇതൊക്കെ എന്താണ്? ഭേദഗതിയാണ്. അതായത് ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ ചെയ്യുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റില് മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനായിരിക്കും. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 368 വളരെ പ്രധാനപ്പെട്ടതാണ്. 368 ഏതാണ്? 368 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏതാ? 368 എന്ന് പറയുന്നത്. അപ്പൊ 368 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത്. ഇനി ഒരു ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അതും കൂടി എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള ബില്ലിന്മേൽ തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാറാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം കൂടെ അവിടെ ഓർത്തു വെക്കാം. ഇനി നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഭേദഗതി വരുത്തുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. അപ്പൊ പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഭേദഗതി വരുത്താറുള്ളത്. ഒന്ന്, അയവുള്ള ഭേദഗതി ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ദൃഢമായ ഭേദഗതി,
പിന്നെ കുറച്ചും കൂടി ദൃഢം കൂടും അല്ലെ, അതായത് അതിദൃഢമായിട്ടുള്ള ഭേദഗതി. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഭേദഗതി വരുത്താറുള്ളത്. ഒന്ന് സിമ്പിൾ ആയിട്ടുള്ളത്, അതായത് അയവുള്ള ഭേദഗതിയാണ്. രണ്ടാമത് കുറച്ചൊരു റിജിഡ് ആയിട്ടുള്ളതാണ്, അതായത് ദൃഢമായിട്ടുള്ള ഭേദഗതിയും. പിന്നെ അതിദൃഢമായിട്ടുള്ള ഭേദഗതി, അതായത് ഓരോ സബ്ജക്റ്റിനനുസരിച്ചിട്ട് അവിടെ അതിന്റെ ദൃഢത അല്ലെങ്കിൽ അതിന്റെ അയവുള്ളത് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അയവുള്ള ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയവുള്ള ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, അതായത് ഒരു സിമ്പിൾ മെജോറിറ്റിയോട് കൂടിയിട്ട് നമുക്ക് അതിൽ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ഭേദഗതിയാണ് അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ മെജോറിറ്റി അഥവാ കേവല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു ഭേദഗതി അല്ലെങ്കിൽ ആ ഒരു മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്ത് ഭേദഗതിയാണ്, അയവുള്ള ഭേദഗതിയാണ്. അതായത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട്, സംസ്ഥാനങ്ങൾക്ക് പേര് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, ആ നമ്മുടെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അതിരുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ഭേദഗതിക്ക് ഉദാഹരണമാണ്, അയവുള്ള ഭേദഗതിക്ക് ഉദാഹരണമാണ്. അതായത് പൗരത്വവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, സംസ്ഥാനങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിരുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതായിരിക്കും, അയവുള്ള ഭേദഗതിയായിരിക്കും. എന്നാൽ കുറച്ചും കൂടി ദൃഢമായിട്ടുള്ള ഭേദഗതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്, പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഇരുസഭ, അതായത് നമ്മുടെ ലോകസഭയുടെയും രാജ്യസഭയുടെയും സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമായിട്ടുള്ള ഭേദഗതിയാണ് ഇത് ദൃഢമായ ഭേദഗതി എന്ന് പറയുമ്പം. അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട്, മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങളാണ് വരുത്തേണ്ടതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്, ദൃഢമായിട്ടുള്ള ഭേദഗതി ആയിരിക്കണം. ഓക്കെ ആണല്ലോ. എന്നാൽ കുറച്ചും കൂടി അതിദൃഢമായിട്ടുള്ള ഭേദഗതി ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് അതിദൃഢമായിട്ടുള്ള ഭേദഗതികൾ നമ്മൾ കൊണ്ടുവരുന്നത്, അതെങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും, ആ സബ്ജക്ട് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. അതായത് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി എന്താണ് ഭേദഗതി വരുത്തണമെങ്കിൽ കുറച്ചുകൂടി കാഠിന്യം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത് അതിദൃഢമായിട്ടുള്ള ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതൊരു എന്താ പറയാ, ആ ഒരു ഭേദഗതി വരുത്തണമെങ്കിൽ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ കൂടെ തന്നെ എന്ത് കിട്ടണം, പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിദൃഢമായിട്ടുള്ള ഭേദഗതി നടത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അയവുള്ള ഭേദഗതി ആണെങ്കിൽ ഒരു സ്പെഷ്യൽ മെജോറിറ്റി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പൗരത്വം, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട അതിരുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ വരും. എന്നാൽ ദൃഢമായിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, പ്രത്യേക ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് പാസ്സാക്കുന്ന കേസാണ് ഏതെന്ന് പറയുന്നത്, ദൃഢമായിട്ടുള്ള ഭേദഗതി. അവിടെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത്. ഇനി അതിദൃഢം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രത്യേക ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ. ഓക്കെ, അതായത് നമുക്കറിയാം എത്ര സംസ്ഥാനം ഉണ്ടോ ആ സംസ്ഥാനങ്ങളിലെ പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി വേണം ഈ ഒരു ഭേദഗതി വരുത്തണമെങ്കിലും. അതിന്റെ കൂടെയാണ് എന്തെന്നും പറയുന്നത്, സ്പെഷ്യൽ മെജോറിറ്റി എന്നും പറയുന്നത്. അപ്പൊ ഇതും കൂടി ചേരുമ്പോഴേ നമുക്ക് അതിദൃഢമായിട്ടുള്ള ഭേദഗതി വരുത്താനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റമാണ് വരുത്തേണ്ടതെങ്കിൽ ഈ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റലോ അല്ലെങ്കിൽ ഭേദഗതി വരുത്തണമെങ്കിലോ ഒക്കെ ഈ ഒരു രീതിയിലായിരിക്കും വരുത്തുക. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ഭേദഗതി ഒന്ന് സ്പീഡായിട്ട് പോകട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതിയാണ് കേട്ടോ. അപ്പം ക്ലാസ് കുറച്ചുകൂടി ലോങ് ആയിരിക്കും. അപ്പം എന്താ പറയാ, കൂടുതൽ സമയം കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാ, കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ ഇന്റർവെൽ കൊടുത്തിട്ട് ആ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കേട്ട് പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ ഇരിക്കാൻ പറ്റുന്ന ആളുകൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇന്റർവെൽ കൊടുത്തിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യാ, കേട്ട് പഠിക്കട്ടോ. ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമുക്ക് എത്ര പഠിക്കാൻ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ടൈം ഇന്റർവെൽ കൊടുത്തുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഭേദഗതിയിലോട്ട് പോകാം. 42ാം ഭേദഗതിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. 42ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഒരു ഭേദഗതിയാണ്. 1976 ഈ ഒരു ഭേദഗതി പാസ്സാക്കുന്നത്. 77 ജനുവരി 3 നിലവിൽ വരുന്നത് കേട്ടോ. 76 കഴിഞ്ഞാൽ 77 ജനുവരി 3 42ാം ഭേദഗതി വരുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഏതാ, സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 42ാം ഭേദഗതി വരുന്നത്. ഇതിലാണ് നമ്മുടെ ആമുഖത്തില് സ്ഥിതി സമത്വം, മതേതരത്വം, അതുപോലെ തന്നെ അഖണ്ഡത എന്നീ 3 വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആമുഖത്തില് സ്ഥിതി സമത്വം, മതേതരത്വം, അതുപോലെ തന്നെ അഖണ്ഡത, ഈ 3 ടേം ഓർത്ത് വെച്ചേക്കണം. സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത
ഇത് മൂന്നും കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലൂടെയാണ്. അതുപോലെ തന്നെ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തതും ഏതിലാണ്? മൗലിക കടമകൾ അല്ലെ. മൊത്തത്തിൽ എത്ര ഉണ്ട്? 11 ഉണ്ട്. പിന്നീട് ഒന്ന് കൂട്ടിച്ചേർക്കാണ്. അപ്പൊ ആദ്യത്തെ ആ 10 കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ എങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു? കൺകറന്റ് ലിസ്റ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും ഈ 42ാം ഭേദഗതിയിലൂടെയാണ്. അത് ഏതൊക്കെയാണ് 5 വിഷയങ്ങൾ എന്ന് പറയുന്നത്? വനം, അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണം, വിദ്യാഭ്യാസം, അളവ് തൂക്ക് സമ്പ്രദായം, പിന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം. ഇത്രയും പറഞ്ഞ 5 കാര്യങ്ങളായിരുന്നു സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റിയത്? കൺകറന്റ് ലിസ്റ്റിലോട്ടേക്ക് മാറ്റിയത്. അതും കൂടി അവിടെ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5ൽ നിന്ന് 6 വർഷമാക്കി മാറ്റിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഈ 42ാം ഭേദഗതിയിലൂടെയാണ്. അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കണം. ഏതൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ആമുഖത്തില് സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത ഇവ കൂട്ടിച്ചേർത്തു. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. പിന്നെ ഏതായിരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലോട്ടേക്ക് മാറ്റി. പിന്നെ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5ൽ നിന്ന് 6 ആക്കി മാറ്റിയത് ഏതായിരുന്നു? 42ാം ഭേദഗതിയാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 44ാം ഭേദഗതി എന്നായിരുന്നു? 78ലാണ്. അപ്പൊ 42, 76 അത് നിലവിൽ വരുന്നത് 77 78 44ാം ഭേദഗതി അത് നിലവിൽ വരുന്നത് 79 അല്ലെ. ഒറ്റയടിക്ക് അങ്ങ് പഠിച്ചൂടെ? 76, 77, 78, 79 42ാം ഭേദഗതിയും 44ാം ഭേദഗതിയുമാണ്. ഓക്കെ, ഇനി ഈ 44ാം ഭേദഗതിയിലൂടെയാണ് നമ്മുടെ സ്വത്തവകാശത്തെ എന്ത് ചെയ്തത്? മൗലികാവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകസഭയുടെയും നിയമസഭയുടെയും കാലാവധി 6ൽ നിന്ന് 5 ആക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്തു? സാധാ പോലെ ആക്കില്ലേ? 6ൽ നിന്ന് 5 ആക്കിയിട്ട് കുറച്ചതും ഏത് ഭേദഗതിയിലൂടെയാണ്? 44ാം ഭേദഗതിയിലൂടെയാണ്. ക്യാബിനറ്റ് എന്ന പദം ഉൾപ്പെടുത്തിയത്, ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 44ാം ഭേദഗതിയിലൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20ഉം 21ഉം റദ്ദ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതും ഏതിലാണ്? ഈ പറഞ്ഞ 44ാം ഭേദഗതിയിലാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് മറ്റുള്ള മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം കിട്ടിയില്ലെങ്കിലും ആർട്ടിക്കിൾ 20ഉം 21ലും ഒരു തരത്തിലുള്ള ലംഘനവും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഭേദഗതിയാണ് ഏത്? 44ാം ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 52ാം ഭേദഗതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 1985 എന്ന് ചോദിച്ചിട്ടുണ്ട്. കൂറുമാറ്റ നിരോധന നിയമം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം 52ാം ഭേദഗതിയിലാണ് കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ച് പറയുന്നത്. ഏതാണ് വർഷം? 1985. ഈ പറഞ്ഞ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 52ാം ഭേദഗതി. ഏതാണ്? 52ാം ഭേദഗതി. വർഷം ചോദിച്ചാൽ 1985. ഓക്കെ, ഇനി അടുത്തത് 61ാം ഭേദഗതിയാണ്. 61ാം ഭേദഗതിയും ഒരുപാട് തവണ ചോദിച്ചതാണ്. 1988ലാണ് 61ാം ഭേദഗതി വരുന്നത്. ഏതാണ്? വോട്ടിംഗ് പ്രായം 21ൽ നിന്ന് 18 ആയിട്ട് കുറച്ചത്. 21ൽ നിന്ന് 18 ആയിട്ട് കുറച്ച ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 61ാം ഭേദഗതി. 1988ലാണ് ഏതെന്ന് പറയുന്നത്? 61ാം ഭേദഗതി. എന്താണ് പറയുന്നത്? വോട്ടിംഗ് പ്രായം 21ൽ നിന്ന് 18 ആയിട്ട് കുറച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ്? 61ാം ഭേദഗതി. എന്നാൽ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം കൊടുത്തത് ഏതാണ്? 73. മുനിസിപ്പാലിറ്റികൾക്കാണെങ്കിൽ 74 അല്ലെ. 73 പഞ്ചായത്ത് രാജും 74 ആണെങ്കിൽ ഏതാണ്? മുനിസിപ്പാലിറ്റി. പട്ടിക ചോദിക്കുകയാണെങ്കിൽ പട്ടിക 11 പഞ്ചായത്ത് രാജും പട്ടിക 12 മുനിസിപ്പാലിറ്റി. ഓക്കെ, ഭേദഗതി പറയുമ്പോൾ 73 പഞ്ചായത്ത് രാജും 74 മുനിസിപ്പാലിറ്റി. പട്ടിക പറയുമ്പോൾ 11ാം പട്ടിക 12ാം പട്ടിക മുനിസിപ്പാലിറ്റി. അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കുക. ഇനി അടുത്ത് നമ്മുടെ 86ാം ഭേദഗതി. 86ാം ഭേദഗതിയാണ് ഏത് കൊണ്ടുവരുന്നത്? ആർട്ടിക്കിൾ 21 കൊണ്ടുവരുന്നത്. അതായത് ആർട്ടിക്കിൾ 21 കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് ഏത്? 86ാം ഭേദഗതി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഭേദഗതിയാണ് ഏത്? 86ാം ഭേദഗതിയിലൂടെ പറയുന്ന ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെച്ചേക്കുക. 2002ലാണ് കേട്ടോ. അപ്പം 86ാം ഭേദഗതി വർഷം ചോദിച്ചാൽ 2002. കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ ഏതാണ്? 21A. ഓക്കെ, ഇനി 91ാം ഭേദഗതി എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? 91ാം ഭേദഗതി അതായത് നമ്മുടെ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടൽ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഏത്? 91ാം ഭേദഗതി. അപ്പൊ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള മന്ത്രിമാരുടെ എണ്ണം ഈ പറഞ്ഞ ലോകസഭയിലും നിയമസഭകളിലുമുള്ള ടോട്ടൽ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% എന്ത് ചെയ്യാൻ പാടില്ല?
കൂടാൻ പാടില്ല എന്ന് പറയുന്ന ഭേദഗതിയാണ് 91 ഭേദഗതി. ഏതാ ഭേദഗതി? 91 ഭേദഗതി. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് 100 ഭേദഗതി. സോറി, 100 101 ഭേദഗതി. 101 ഭേദഗതിയിലാണ് നമ്മുടെ GST യെ കുറിച്ചിട്ട് പറയുന്നത്. GST യെ കുറിച്ച് പറയുന്ന ഭേദഗതി ഏതാണ്? 101. GST എന്നാ വന്നത്? 2017 ജൂലൈ 1. 2017 ജൂലൈ 1 GST വരുന്നത്. ഏതാണ് ഭേദഗതി? 101 ഭേദഗതി. ഓക്കെ, അടുത്തതാണ് 102 ഭേദഗതി. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ് ഏത്? 102 ഭേദഗതി. 102 ഭേദഗതി. ഓക്കെ, അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് 106 ഭേദഗതി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഭേദഗതിയാണ് 106. 106 ആണ് നമ്മുടെ ഏത്? വുമൺ റിസർവേഷൻ ബില്ലിനെ കുറിച്ച് പറയുന്നത് അല്ലെ. അതായത് വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് പറയുന്ന ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് വരുന്നത്? വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് പറയുന്ന ഭേദഗതി ഏതാണ്? 106 ഭേദഗതിയാണ് അല്ലെ. 106 ഭേദഗതിയാണ്. അതായത് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഡൽഹി നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഭേദഗതിയാണ് ഏത്? 106 ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് കേട്ടോ. ഇതും കൂടി നോക്കിയിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളില് ഇന്ത്യയിലെ താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളില് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമ്മുടെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നോക്കാം. 1977 രൂപീകൃതമായ അശോക് മേത്ത കമ്മിറ്റി ജില്ലാ ബ്ലോക്ക് ഗ്രാമതലങ്ങളിലെ ത്രിതലമല്ല ദ്വിതലമാണ് അല്ലെ. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അശോക് മേത്ത 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ എന്താണ്? ദ്വിതലം, 2 തലം എന്ന് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരമൊക്കെ കിട്ടും അല്ലെ. ഇതെന്തല്ല? ത്രിതലമല്ല, ദ്വിതലമാണ് ശുപാർശ ചെയ്തത്. അപ്പൊ ഇത് തെറ്റാണ്. അടുത്ത് നോക്കാം. 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു. നമ്മൾ പഠിച്ചതാണ്. തുങ്കൻ കമ്മിറ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പഞ്ചായത്ത് രാജുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത് നോക്കാം. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ജില്ലാതലം, ബ്ലോക്ക് തലം എന്നിങ്ങനെ ദ്വിതല ഗവൺമെന്റ് ബൽവന്ത് റായ് എന്നിങ്ങനെ ദ്വിതല ഗവൺമെന്റ്, ദ്വിതലമല്ലല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബൽവന്ത് റായ് മേത്ത 3 പേരിന്നൊക്കെ വെച്ചിട്ട് ത്രിതലമായിരിക്കും എന്നൊക്കെ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെന്താണ്? ത്രിതല ഗവൺമെന്റിനാണ് ഏത് ശുപാർശ ചെയ്തത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതും തെറ്റായിട്ടുള്ളതാണ്. പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിൽ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളായിരിക്കും അല്ലെ. സംസ്ഥാന ഗവൺമെന്റ് ആയിരിക്കും ഓരോ പഞ്ചായത്തും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തീരുമാനിക്കുന്നത്. ഇത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇതില് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? 2ഉം 4ഉം ആണ് അല്ലെ. 2ഉം 4ഉം. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കില് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ പറ്റിയിട്ടും അശോക് മേത്ത കമ്മിറ്റിയെ പറ്റിയിട്ടും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. വർഷമൊക്കെ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ബൽവന്ത് റായ് മേത്ത ഇവിടെ വർഷത്തിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. 77 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ശരിക്കും 78 ആണ് വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, അപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ പറ്റിയിട്ടും അശോക് മേത്ത കമ്മിറ്റിയെ പറ്റിയിട്ടും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. അപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പഠിച്ചുല്ലേ, ത്രിതല സംവിധാനമാണ് പറയുന്നത്. അതായത് ഒരു ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവണം, പഞ്ചായത്ത് സമിതി ഉണ്ടാവണം, ജില്ലാ പരിഷത്ത്, ഇങ്ങനെയുള്ള 5 സംവിധാനമായിരിക്കണം ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം ഈ പറഞ്ഞ പഞ്ചായത്ത് സമിതിക്കായിരിക്കും കൊടുക്കുക. എന്നാൽ അതിന്റെ ഒരു മേൽനോട്ടവും സംഘാടനവും നടത്തുന്നത് ആരായിരിക്കും? ജില്ലാ പരിഷത്തായിരിക്കും. ഓക്കെ, ഇനി ഗ്രാമപഞ്ചായത്തുകളിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ ആണെങ്കിൽ പഞ്ചായത്ത് സമിതിയിലേക്കും ജില്ലാ പരിഷത്തിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പരോക്ഷം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പായിരിക്കും നടത്തുക. ഇത്രയും കാര്യം ഇവിടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കാം. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ കൊണ്ടുവരുന്നത്. അവരുടെ ശുപാർശകൾ എന്ന് പറയുന്നത് ഒരു ത്രിതല സംവിധാനമാണ് പറയുന്നത്. ത്രിതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമപഞ്ചായത്ത്, അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് അവര് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് സമിതിയും ജില്ലാ പരിഷത്ത്, ഈ ഒരു രീതിയിലായിരിക്കണം ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരമൊക്കെ ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഈ പറഞ്ഞ പഞ്ചായത്ത് സമിതിക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ മേൽനോട്ടവും സംഘാടനവും ഒക്കെ
ഈ പറഞ്ഞ ജില്ലാ പരിഷത്തിനായിരിക്കും. ഓക്കെ, ജില്ലാ പരിഷത്തിനായിരിക്കും. ഇനി ഗ്രാമപഞ്ചായത്തുകളിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ ആണെങ്കിൽ പഞ്ചായത്ത് സമിതിയിലും ജില്ലാ പരിഷത്തിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ ആയിരിക്കും നടത്തുക. ഇനി അടുത്തത് നമ്മുടെ അശോക് മേത്ത കമ്മിറ്റിയാണ്. അതിന്റെ ഇത് വരുന്നത് 1978 നിയമിക്കുന്നത്. അവരുടെ ശുപാർശ എന്ന് പറയുമ്പോൾ ദ്വിതല പഞ്ചായത്താണ് കേട്ടോ. ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതില് ദ്വിതലം എന്ന് പറയുമ്പോൾ രണ്ടല്ലേ, അവിടെ മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്ത്, മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും ആയിരുന്നു അവരുടെ ശുപാർശയിൽ ഉണ്ടായിരുന്ന ദ്വിതലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല കൊടുത്തിട്ടുണ്ടായിരുന്നത്. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയായിരിക്കും. അപ്പം ഗ്രാമങ്ങളുടെ ചുമതല ആർക്കായിരുന്നു? ഗ്രാമങ്ങളുടെ ചുമതല നമ്മുടെ മണ്ഡൽ പഞ്ചായത്തിന് അല്ലെ. ഗ്രാമങ്ങളുടെ ചുമതല മണ്ഡൽ പഞ്ചായത്തിനാണെങ്കിൽ ജില്ലാ തലത്തിലുള്ള ആസൂത്രണ പ്രവർത്തനങ്ങളൊക്കെ ആർക്കായിരിക്കും? ജില്ലാ പരിഷത്തിനായിരിക്കും. അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചാൽ മതി ട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് 73-ാം ഭേദഗതിയും 73-ലാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ചിട്ടും 74-ൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഇതിനെ കുറിച്ചിട്ടായിരുന്നു, മുനിസിപ്പാലിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില് വളരെ പ്രധാനപ്പെട്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില് 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2005-ലെ പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം എത്രയായിട്ട് ഉയർത്തി? 50% ഉയർത്തി. അപ്പൊ ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് എത്രയാണ്? 50%. ആ കാര്യം അവിടെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും കരുതുക. അപ്പൊ ഏത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പോവണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്